നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. വലിയ വാർത്താ പ്രാധാന്യത്തോടെ നിരവധി ആരോപണങ്ങളുമായി രംഗത്ത് വന്ന പി.വി. അൻവർ തുടർ ചലനങ്ങൾ സൃഷ്ടിക്കുന്നതിൽ എന്നാൽ പരാജയപ്പെട്ടു. പുതിയ രാഷ്ട്രീയ പ്രവേശനം സാധ്യമാകാതെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്ന ചില സംഭവ വികാസങ്ങൾ പി.വി. അൻവറിന് അനുകൂലമാകുന്ന ഘടകമായി മാറുകയാണോ? അറസ്റ്റിനെ എതിർത്തുകൊണ്ടും പി.വി. അൻവറിനെ അനുകൂലിച്ചുകൊണ്ടുമുള്ള പ്രതിപക്ഷ നേതാക്കളുടെ അഭിപ്രായങ്ങൾ പുതിയൊരു രാഷ്ട്രീയ ചുവടുമാറ്റത്തിനുള്ള തുടക്കമാണ്. UDF-ലും കോൺഗ്രസിലും സമ്മർദ്ദം ചെലുത്താൻ തക്ക പ്രസക്തി പി.വി. അൻവറിന് നൽകുന്നതിന് പിന്നിൽ ആര്? ഇന്ന് ഈ വിഷയമാണ് ജനം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഇതിൽ നമ്മോടൊപ്പം ചേരുന്ന അതിഥികൾ: രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് TG മോഹൻദാസ്, കോൺഗ്രസിന്റെ പ്രതിനിധിയായി അഡ്വക്കേറ്റ് PM നിയാസ്, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ മോഹൻ വർഗീസും ചേരുകയാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം TGയിലേക്ക്. ശ്രീ TG മോഹൻദാസ്, പി.വി. അൻവറിന് തുടക്കത്തിൽ ലഭിച്ച ഒരു സ്വീകാര്യത പിന്നീട് അങ്ങോട്ടുണ്ടായില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. വലിയ ജനക്കൂട്ടമൊക്കെ ആദ്യത്തെ പ്രസംഗങ്ങളിലൊക്കെ പി.വി. അൻവറിനുണ്ടായിരുന്നു. പക്ഷേ രാഷ്ട്രീയമായി ഏത് ദിശയിലേക്കാണ് പി.വി. അൻവർ നീങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള അനിശ്ചിതത്വം നിലനിന്നു. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ വനനിയമ ഭേദഗതിക്കെതിരെ യാത്ര സംഘടിപ്പിക്കുകയും അതിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിൽക്കുകയും ചെയ്തു. പക്ഷേ പൊതുമുതൽ നശിപ്പിച്ചതിൽ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു ഭാഗത്തു നിന്ന് പിന്തുണ ഏറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ നേതാക്കൾ അറസ്റ്റിനെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തി. തുടക്കത്തിലില്ലാതിരുന്ന ആ ഒരു പരസ്യ നിലപാട്, പിന്തുണ നൽകുന്നതിലുള്ള പരസ്യ നിലപാട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അത് സമൂഹത്തിനൊന്നാകെ കാണാൻ സാധിക്കുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ പരസ്യമായി തന്നെ അദ്ദേഹത്തെ അനുകൂലിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയമായ സമ്മർദ്ദം പി.വി. അൻവറിൻ മുഖേന കോൺഗ്രസിനും UDF-നും മേലുണ്ടോ എന്നുള്ളതാണ് ഈ മണിക്കൂറുകളിലെ ചോദ്യം. അത് വാസ്തവത്തിൽ പി.വി. അൻവർ മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ ചെലുത്തുന്ന ഇൻഡയറക്റ്റായിട്ടുള്ള ഒരു സമ്മർദ്ദം ഉണ്ട്. പി.വി. അൻവറിൻ്റെ പാർട്ടി ചേലക്കരയിൽ മത്സരിച്ചപ്പോൾ 3400 വോട്ടോ മറ്റോ കിട്ടി. അത് വളരെ നിസ്സാര വോട്ടാണ്. പക്ഷേ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും 3400 വോട്ട് നിസ്സാരമല്ല. 6800 വോട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ടാക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു പെർഫോമൻസാണ് ചേലക്കരയിൽ ഈ പി.വി. അൻവർ കാണിച്ചത്. അത് മറ്റ് നിയോജകമണ്ഡലങ്ങളിൽ എങ്ങനെയൊക്കെ പ്രതിഫലിക്കും എന്ന് രണ്ട് മുന്നണികൾക്കും ഭയമുണ്ട്. ചെറിയ നിസ്സാര വ്യത്യാസത്തിലാണ് ഒരുപാട് സീറ്റുകൾ കേരളത്തിൽ വിജയിക്കുന്നതും പരാജയപ്പെടുന്നതുമെല്ലാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നിസ്സാരക്കാരായ ആളുകളെപ്പോലും രാഷ്ട്രീയത്തിൽ പരിഗണിക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള വലിയ രാഷ്ട്രീയ ശക്തിയൊന്നും അല്ലെങ്കിലും വോട്ടിൽ ചില്ലറ വ്യത്യാസം വരുത്താവുന്ന ആൾക്കാരെ അവഗണിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അത്ര നേരിയ ഭൂരിപക്ഷത്തിലാണ് നല്ലൊരു ശതമാനം നിയോജകമണ്ഡലങ്ങളിൽ മുന്നണികൾ ജയിക്കുന്നതും തോൽക്കുന്നതുമെല്ലാം. അപ്പോൾ ഇതിനിപ്പോൾ എന്ത് ചെയ്യും? ഏതായാലും LDF-ലേക്ക് അൻവറിനെ എടുക്കില്ല. കാരണം അതിലും മാത്രം ചീത്ത വിളിച്ചു കഴിഞ്ഞു പിണറായി വിജയനെയും P ശശിയെയും പിന്നെ MR അജിത് കുമാറിനെയും മറ്റും ഇല്ലാത്തതും അല്ലാത്തതുമായ ആരോപണങ്ങൾ, ബഹളങ്ങൾ ഒക്കെ നടത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് LDF-ൽ ഒരു രീതിയിലും അൻവറിനെ എടുക്കാൻ പറ്റില്ല. UDF-ന് ഓൾറെഡി അവിടെ വലിയ ആൾത്തിരക്കാണ്. ഒരുപക്ഷെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായിട്ട് UDF വരും എന്ന് പലരും പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനവും ഉണ്ട് കേട്ടോ. കാരണം ഒരു പിണറായി വിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. അതുണ്ട് എന്ന് LDF-നും അറിയാം, CPM-ന് പ്രത്യേകിച്ചറിയാം. CPM-ൻ്റെ ഉൾപാർട്ടി അന്തഛിദ്രം ഏകദേശം അതിൻ്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കുകയാണ്. പണ്ടൊന്നും കാണാത്ത വിധം. പണ്ട് ആകെ ഈ രണ്ടുപേര് തമ്മിലുള്ള പ്രശ്നമായിരുന്നു CPM-ൽ, VS അച്യുതാനന്ദനും പിണറായി വിജയനും. ഇപ്പം അങ്ങനെയല്ല.
ജില്ലാതലത്തിൽ വരെ ചെറിയ ചെറിയ അച്യുതാനന്ദന്മാർ, ചെറിയ ചെറിയ പിണറായി വിജയന്മാർ ഒക്കെ തലപൊക്കിയിരിക്കുന്നു. സംസ്ഥാന നേതാക്കളെ പൂട്ടിയിടുന്നു. ഇതൊന്നും കേട്ടുകേഴ്വിയില്ലാത്ത സാധനമാണ് CPM. സംസ്ഥാന നേതാക്കളെ പൂട്ടിയിടുക, അവരുടെ നേർക്ക് അലറുക, വിളിക്കുക, ഇതൊക്കെ പൊതുവെ കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവമായിട്ടാണ് കണ്ടുവന്നിരുന്നത്. പക്ഷെ അത് ഇപ്പോൾ CPM വന്നിരിക്കുന്നു. CPM എന്തോ ഒരുതരം ഗ്ലാസ് നോസ്റ്റ് പെരിസ്ട്രൈക്ക, അത് മുകളിൽ നിന്നല്ല താഴെ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള സ്ഥിതി. അപ്പോൾ CPM സംബന്ധിച്ചിടത്തോളം ഈ PV അൻവർ എന്ന കുരു ഏറ്റവും വേഗം പൊട്ടിക്കണം. സാധാരണ നമ്മുടെ ആയുർവേദ വൈദ്യന്മാരൊക്കെ കുരു നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ പൊട്ടിക്കാം എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇത് പഴുക്കാൻ വയ്ക്കും തോറും കൂടുതൽ പ്രശ്നമാകും എന്ന് പിണറായി വിജയന് തോന്നി. അപ്പോൾ ഇത് പൊട്ടിക്കാൻ തീരുമാനിച്ചു. ഏറ്റവും നേരത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനും കുറച്ച് സമയമുണ്ട്, നിയമസഭാ തിരഞ്ഞെടുപ്പിനും കുറച്ച് സമയമുണ്ട്. അപ്പോൾ ഈ കുരു പൊട്ടിച്ച് കഴിഞ്ഞുള്ള കോൺസിക്വൻസസ് എന്താണെങ്കിലും അത് ഹാൻഡിൽ ചെയ്യാൻ സമയമുണ്ട്. അങ്ങനെയാണ് PV അൻവറിൻ്റെ അറസ്റ്റ് എന്ന് ഞാൻ കരുതുന്നു. PV അൻവറാണെങ്കിൽ ബുൾ ഇൻ എ ചൈന ഷോപ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലോ, എന്തും അടിച്ചു പൊളിക്കാൻ തയ്യാറായിട്ട് PV അൻവർ നിൽക്കുന്നു. ശരിയാണ്, PV അൻവർ ആദ്യം കാണിച്ച ബഹളം അതെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. ആദ്യത്തെ യോഗത്തിന് നല്ല ആൾ കൂടും കൗതുകം കൊണ്ട്, പിന്നെ ആൾ കുറയും, മാത്രമല്ല ഇഷ്യൂസ് ഇല്ലാതെ പോകും. പക്ഷേ അൻവർ അക്കാര്യത്തിലൊരു സാമർഥ്യം കാണിച്ചു, ഒരു കറക്റ്റ് ഇഷ്യൂ പിക്കപ്പ് ചെയ്തു. കേരളത്തിൽ നമ്മളെന്തെല്ലാം പറഞ്ഞാലും ഈ വനമേഖലയിൽ താമസിക്കുന്നവരും വന്യമൃഗങ്ങളും തമ്മിലുള്ള ഹ്യൂമൻ ആൻഡ് ആനിമൽ കോൺഫ്ലിക്റ്റ് അത് കൂടിക്കൂടിയാണ് വരുന്നത്. അതിന് പരന്യായങ്ങളും പറയാം. മനുഷ്യൻ കാട്ടിനുള്ളിലേക്ക് കയറിയതാണ്, അപ്പോൾ വന്യമൃഗങ്ങൾ എന്തു ചെയ്യും? ശരിയാണ്, ഇതൊക്കെ തത്വത്തിൽ ഞാനും അംഗീകരിക്കുന്നു. പക്ഷേ ദ കോൺഫ്ലിക്റ്റ് ഈസ് ഇൻക്രീസിങ് സ്ലോലി. പലപ്പോഴും ആളുകൾ ക്ഷുഭിതരായിട്ട് റോഡ് ബ്ലോക്ക് ചെയ്യുക, എത്ര ഇതായി. അത് അൻവർ പറയുന്നത് ശരിയല്ലേ? കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് പുലി പിടിച്ചു, പന്നി കുത്തി, കാട്ടുപോത്ത് വന്നു, ആന പലതവണ പല സ്ഥലത്തായിട്ട് വരുന്നു. മനുഷ്യന് കിടക്കപ്രതിയില്ല. അയാൾ കയ്യേറ്റക്കാരനാവാം, കുടിയേറ്റക്കാരനാവാം, ആരുമാകാം, മനുഷ്യനാണല്ല. അപ്പോൾ ആ ഒരു സെക്ഷൻ ആൾക്കാർ, മലയോര മേഖലയിലുള്ളവർ, അവർ അവഗണിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ അവർക്കുണ്ട്. അത് കുറേയധികം ശരിയാണ് താനും. ഇഫക്റ്റീവായ ഒരു ഫെൻസിങ് പോലും സർക്കാരിന് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആളുകൾ ക്ഷുഭിതരാകുന്നു, റോഡ് തടയുന്നു, ഫോറസ്റ്റ് ഗാർഡിനെ തല്ലാൻ പോകുന്നു. ഫോറസ്റ്റ് ഗാർഡ് പറയുന്നു, ഞങ്ങളുടെ വണ്ടിക്ക് ഡീസൽ ഒഴിക്കാൻ കാശില്ലപ്പാ, ഞങ്ങളെന്ത് ചെയ്യാനാണ്, എല്ലായിടത്തും ഓടിയെത്താനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല എന്ന് അവർ പറയുന്നു. ഇത് കുറേ കാലമായിട്ട് നടക്കുന്ന ഒരു നാഥനില്ല കളരി. അപ്പോൾ അതിൽ കയറി ഇടപെടാം എന്ന് PV അൻവർ തീരുമാനിക്കുന്നു. ചെറുതാണെങ്കിലും ഒരു യാത്ര തീരുമാനിക്കുന്നു. ആ യാത്ര ഇതിനെന്തോ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവസാനിപ്പിക്കുന്നു. പിന്നെ ഒരു യോഗമോ മറ്റോ പെൻഡിങ്. അപ്പോഴാണ് ഈ പൂട്ടിക്കിടന്ന ഞായറാഴ്ചയായിരുന്നല്ലോ, ഓഫീസ് അടച്ചിട്ടിരിക്കുന്നു. ഓഫീസ് തല്ലിപ്പൊട്ടിച്ച് അകത്ത് കയറിയിട്ട് കസേരയൊക്കെ എടുത്തിട്ട് മേലോട്ടെറിയുന്നു, ഒരു ക്ലോക്കും വലിച്ച് താഴെയിടുന്നു. ഇതാണ് സംഭവം. ഇത് തന്നെ ഈ കുരു പൊട്ടിക്കാനുള്ള സമയം എന്ന് പിണറായി വിജയൻ കാൽക്കുലേറ്റ് ചെയ്തു. PV അൻവറിനെ അറസ്റ്റ് ചെയ്തു. മിക്കവാറും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിച്ചും രാഷ്ട്രീയക്കാർ ചെയ്യാറുണ്ട് കേട്ടോ. പറയുമ്പോൾ അതൊരു അതിശയോക്തിയാണെന്ന് തോന്നും. പക്ഷേ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഇൻ പൊളിറ്റിക്സ്. CPM കോൺഗ്രസുമായിട്ടായിരിക്കില്ല, മിക്കവാറും മുസ്ലിം ലീഗുമായിട്ട് സംസാരിക്കും. ഞങ്ങൾ ഈ കുരു പൊട്ടിക്കാൻ പോവാണ്, നിങ്ങൾ ഇത് ഏറ്റെടുക്കുമോ? അപ്പോൾ അവർ കൂടി ആലോചിച്ചിട്ട് പറയും, ഒരു കാര്യം ചെയ്യണം, ആളെ ഒന്ന് ലിഫ്റ്റ് ചെയ്യണം. ഒന്നുമല്ലാത്ത ഒരാളിനെ മുസ്ലിം ലീഗിൽ എടുത്തിട്ട് ഞങ്ങൾക്ക് എന്ത് വേണം? അപ്പോൾ എന്തൊക്കെയോ ആണെന്നൊരു ധാരണ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ട് തള്ളിക്കോ, ഞങ്ങളെടുത്തോളാം. അപ്പോൾ ശരി, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അതിനെന്താ വേണ്ടേ? അതിപ്പോൾ ഒരു 10-15 ജീപ്പൊക്കെ പോയിട്ട് രാത്രിയിൽ വലിയൊരു ഷോയൊക്കെ നടത്തി അറസ്റ്റ് ചെയ്യുക, കാണിച്ചു തരാമെന്ന്. അവരിപ്പോൾ എല്ലാവർക്കും അൻവറിൻ്റെ സ്വഭാവം അറിയാം. അൻവർ തിരിച്ച് വെല്ലുവിളിക്കും, ധൈര്യം ഉണ്ടോടാ, ജീവനുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അതെല്ലാം കൂടെ ചേർന്ന് ഒരു കൊഴുപ്പായി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി
അൻവർ ആദ്യം ജാമ്യം ചോദിച്ചില്ല. വേണമെങ്കിൽ ജാമ്യം അവിടെ വെച്ച് തന്നെ ചോദിക്കാം അൻവറിന്, ജാമ്യാപേക്ഷയ്ക്ക് മൂവ് ചെയ്യാം രാത്രിയിൽ, തെറ്റൊന്നുമില്ല. ബട്ട് അത് ചെയ്തില്ല. അത് കഴിഞ്ഞ് ഒരു പകലും കൂടെ കഴിഞ്ഞ് സംഭവം ഒന്ന് ചൂടായിട്ട് ഒന്ന് റോയലായിട്ടൊക്കെ ഇറങ്ങി വരാം എന്ന് അൻവറും തീരുമാനിച്ചു. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു പബ്ലിസിറ്റി സംഗതിയൊക്കെ വേണമല്ലോ. ദിസ് ഈസ് വാട്ട് ഹാസ് ഹാപ്പൻഡ്. ഈ കേരളത്തിൽ ഒരു LDF UDF ഇപ്പോൾ പിന്നെ BJP മുന്നണിയും, ഈ മൂന്നിലും അല്ലാതെ ഒരാൾക്ക് നിന്ന് പിഴയ്ക്കാൻ സാധ്യമല്ല. അതല്ലെങ്കിൽ ചിലപ്പോൾ കൊല്ലപ്പെടുക വരെ ചെയ്യും. MV രാഘവൻ ഇത് ഫേസ് ചെയ്ത ആളാണ്. അദ്ദേഹത്തെ ശാരീരികമായിട്ട് ആക്രമിച്ചു പലതും. ഒടുവിൽ രക്ഷയില്ലാതെ UDFൽ, പുറകെ ഗൗരിയമ്മയും UDFൽ ചെന്ന് ചേർന്നു. PV അൻവറും ഇതിൽ തന്നെ UDFൽ തന്നെ പോകുമെന്ന് തുടക്കം മുതൽ കേരള രാഷ്ട്രീയം അറിയാവുന്നവർക്കറിയാം. അതല്ലെങ്കിൽ പിന്നെ ഈ TP ചന്ദ്രശേഖരൻ ടൈപ്പ് റിവോൾട്ട് നടത്തണം. TP ചന്ദ്രശേഖരനെ അവർ കൊല്ലുകയും ചെയ്തു. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരവസരം കാത്തിരുന്നു. അതേ അവസരം തന്നെ PV അൻവറും കാത്തിരുന്നില്ലേ ഇങ്ങനെ സമൂഹത്തിൽ? കാരണം ഇടയ്ക്ക് ഒന്ന് മന്ദഗതിയിലായിരുന്നു അദ്ദേഹം, പലരാലും തിരസ്കരിക്കപ്പെട്ട് വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിക്കപ്പെടാതെ മന്ദീഭവിച്ചു നിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു പെട്ടെന്നൊരു ബഹളത്തിലേക്ക് സമൂഹത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനും ഒക്കെ സാധിച്ചു ഈ അറസ്റ്റോടുകൂടി എന്നുള്ളത് വസ്തുതയാണ്. ഇവിടെ രണ്ടു കൂട്ടരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തണം, തക്കം പാർത്തിരുന്നു എന്നുള്ളത്. രണ്ട്, PV അൻവറും അതേ സാഹചര്യം മുതലെടുക്കാനായി കാത്തിരുന്നു എന്നുള്ളത്. പക്ഷേ ഇവിടെ ഉയരുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, അറസ്റ്റിനെ അപലപിച്ച് കോൺഗ്രസ് നേതാക്കൾ എത്തിയിട്ടുണ്ട്. K സുധാകരൻ, VD സതീശൻ, PK കുഞ്ഞാലിക്കുട്ടി ഒക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു മാറ്റമാണ്, അതായത് താങ്കൾ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഇനിയിപ്പോൾ UDFലേക്ക് PV അൻവർ വന്നോട്ടെ എന്നുള്ള ഒരു സ്വാഗതമാണോ നൽകുന്നത്? അതിലുമുപരി മറ്റൊരു ചോദ്യം കൂടി, കോൺഗ്രസിനെയും UDFനെയും സമ്മർദ്ദത്തിലാക്കാൻ തക്കവണ്ണമുള്ള ഏതെങ്കിലും രീതിയിലുള്ള വർഗീയ ശക്തികളുടെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവരുടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളതായി താങ്കൾ സംശയിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു പൊളിറ്റിക്കൽ ടർബുലൻസിൽ എല്ലാവരും ഇടപെടും. എല്ലാവർക്കും രാഷ്ട്രീയ നേട്ടം ആവശ്യമാണല്ലോ, ഒരു പാർട്ടിക്കല്ല. SDPIക്കും രാഷ്ട്രീയ നേട്ടം ആവശ്യമാണ്, BJPക്കും ആവശ്യമാണ്, CPMന് ആവശ്യം, എല്ലാവർക്കും ആവശ്യമാണ്. ആദ്യം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ PV അൻവർ ടേക്കപ്പ് ചെയ്ത ഇഷ്യൂ അത് ഇടപെടാൻ ബുദ്ധിമുട്ടായിരുന്നു UDFലെ ഘടകകക്ഷികൾക്കും. ഈവൻ LDFന് പോലും LDFൽ PV അൻവറിനുള്ള സിമ്പതൈസേഴ്സ് ഉണ്ടല്ലോ, KT ജലീലിനെ പോലെയുള്ളവർ, അവർക്ക് പോലും പിന്താങ്ങാൻ പറ്റാത്ത ഇഷ്യൂ ആണ് ആദ്യം PV അൻവർ പൊക്കിക്കൊണ്ടുവന്നത്. ഒന്ന് ഓർത്ത് നോക്ക്, PV അൻവറിൻ്റെ ആദ്യത്തെ പോയിൻ്റ് എന്തായിരുന്നു? കള്ളക്കടത്ത് സ്വർണം എയർപോർട്ടിൽ നിന്ന് പുറത്തു വന്നാൽ പിന്നെ പിടിക്കാൻ പോലീസിന് അവകാശമില്ല. അങ്ങനെ ആളുകളെ ഹറാസ് ചെയ്യുന്നു പോലീസ്. മാത്രമല്ല, പിടിക്കുന്ന അത്രയും സ്വർണം മജിസ്ട്രേറ്റിന് മുമ്പിൽ എത്തുന്നില്ല, നടുക്ക് പോലീസ് ഇസ്കുന്നു. ഈ ഇഷ്യൂ ആണ് PV അൻവർ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ മൊത്തത്തിൽ എന്തായി? എന്തോ കള്ളക്കടത്തിന് അനുകൂലമായ എന്തോ നിലപാടാണ് PV അൻവർ എടുക്കുന്നതെന്ന് എല്ലാവരും ധരിച്ചു. ആളുകൾ പൊതുവെ ഇതിൻ്റെ മെറിറ്റിലേക്ക് കടന്നല്ല ചിന്തിക്കുന്നത്. ആരെയാണ് ഈ മനുഷ്യൻ സപ്പോർട്ട് ചെയ്യുന്നത്? കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നവരെ. അത് ഡ്യൂട്ടി അടച്ചതാവാം, അടയ്ക്കാത്തതാകാം, എന്തുമായിക്കോട്ടെ. ഡ്യൂട്ടി അടയ്ക്കാതെ കൊണ്ടുവന്നു, പിന്നെ എയർപോർട്ടിൽ പിടിച്ചു കഴിയുമ്പോൾ ഡ്യൂട്ടി അടച്ചു എന്ന് വിചാരിച്ച ആൾ പുണ്യവാളനാകുന്നില്ല പൊതുജനങ്ങളുടെ ദൃഷ്ടിയിൽ. അങ്ങനെ പണ്ട് മുതലേ കള്ളക്കടത്താണ്, ഇങ്ങനെ ഒരു പറച്ചിലാണ് ഉണ്ടാവുക. ഈ ഒരു ഇഷ്യൂ പൊക്കിക്കൊണ്ടുവന്ന് ആ ഇഷ്യൂവിന് മെറിറ്റ് ഉണ്ടെങ്കിൽ പോലും ആരും അതിൽ തൊടില്ല. കാരണം വിഷയം കള്ളക്കടത്താണ്. അങ്ങനെയാണ് അത് ചീറ്റിപ്പോകുന്നത്. പിന്നീടാണ് ഇപ്പോൾ PV അൻവർ എടുത്ത ഈ ആന ചവിട്ടിക്കൊന്ന ആളിൻ്റെ ഇഷ്യൂ, അത് വനമേഖലയിൽ വലിയൊരു ഇഷ്യൂ തന്നെയാണെന്നേ. അതിന് ഇനിഷ്യേറ്റീവ് ഈ PV അൻവർ സ്നാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കക്ഷികൾ എന്ത് ചെയ്യും? അപ്പോൾ ഒന്നുകിൽ PV അൻവറിനെ വിഴുങ്ങുക, അല്ലെങ്കിൽ PV അൻവറിനെ ഉപേക്ഷിക്കുക. LDFന് ഉപേക്ഷിക്കാനേ പറ്റുള്ളൂ. UDFന് UDF എന്ന് പറഞ്ഞാൽ മിക്കവാറും ഞാൻ കരുതുന്നത് അദ്ദേഹം മുസ്ലിം ലീഗിലേക്കാവും പോകുന്നത്. കോൺഗ്രസ്സിൽ സ്ഥലമില്ലാഞ്ഞിട്ടാണ്. അവിടെ കോൺഗ്രസ്സിൽ ആൾ കൂടുതലായിട്ട് സ്റ്റേജ് പൊളിഞ്ഞ് വീഴുന്ന അവസ്ഥയാണ് അവരുടെ. അവരെ കുറ്റമായിട്ട് പറയുകയില്ല. ഒരു പാർട്ടിയിൽ ഒരു സാച്ചുറേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ വേറൊരാളിന് കയറാൻ സ്ഥലമില്ല.
അതേസമയം പിന്നെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ഹൃദയവിശാലത മുസ്ലിം ലീഗായിരിക്കും കാണുന്നത്. ഈ സമയത്ത് SDPI അവരുടെ പപ്പടം ചുട്ടെടുക്കും, BJPക്ക് അതിൽ നിന്നെങ്കിലും മുതലെടുക്കാൻ പറ്റിയാൽ അവരെടുക്കും, എല്ലാ രാഷ്ട്രീയ കക്ഷികളും എടുക്കും. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. വാസ്തവത്തിൽ ഈ വനമേഖലയിലെ ഈ പ്രശ്നം, മൃഗങ്ങളും താമസക്കാരും തമ്മിലുള്ള ഈ പ്രശ്നം ലോങ് ബാക്ക് വൺസ് ഫോർ ഓൾ സെറ്റിൽ ചെയ്യേണ്ട ചുമതല പിണറായി വിജയൻ സർക്കാരിനുണ്ടായിരുന്നു. അതിനുള്ള ഒരു സിൻസിയർ അറ്റംപ്റ്റ് നടത്തിയില്ല. അവിടെയൊക്കെ ഈ ഫയർ ഫൈറ്റിംഗ്, ആരെങ്കിലും മരിക്കുമ്പോൾ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം, ഈ നഷ്ടപരിഹാരം കൊടുക്കില്ല. അത് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാൻ മരിച്ചത് മണിയാണെന്നും മണി തന്നെയാണെന്നും മണിയല്ലാതെ വേറൊന്നും അല്ലെന്നും പറഞ്ഞുള്ള സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റ്, വനപാലകരുടെ കമ്മിറ്റി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഹരാസ് ചെയ്ത് ഈ പൈസ ഒന്നും കൊടുക്കാറില്ല ആർക്കും കിട്ടിയതായിട്ട് എനിക്കറിയില്ല കേട്ടോ. 1-2 എണ്ണം കൊടുത്തും കാണും ചിലപ്പോൾ. ഈ ഇഷ്യൂ അൻവർ വളരെ വയലൻ്റായിട്ട്, അത് നല്ലൊരു മാർഗമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് രോഹിണി ഒന്ന് പുറകോട്ട് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പള്ളിയിലച്ഛനാണ് ഫോറസ്റ്റ് ഓഫീസും അവരുടെ ജീപ്പും കൂടെ അടക്കം കത്തിച്ച് കളഞ്ഞത്. ഇവർ 2 കസേര പൊട്ടിച്ചല്ലേ ഉള്ളൂ. അന്ന് എന്ത് FIR, എന്ത് ആക്ഷൻ എടുത്തു? അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഈ നേരത്തെ എടുത്ത ഇഷ്യൂ തെറ്റിപ്പോയി, അതുകൊണ്ട് ആരും അതിൽ തൊട്ടില്ല. പക്ഷേ ഇപ്പോൾ അൻവറുടെ അടുത്ത ഇഷ്യൂ ക്ലിക്ക് ചെയ്യും, അതിന് തീ പിടിക്കുമെന്ന് എല്ലാവർക്കും തോന്നി. അതുകൊണ്ട് പിണറായി വിജയൻ വൺസ് ഫോർ ഓൾ അയാളെ UDFിലേക്ക്, ചേരിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അറ്റാക്ക് ചെയ്യാൻ എളുപ്പമാണ്. സീരിയസ് അല്ല. ഇതിൻ്റെ നടുക്കൊരാൾ നിന്നിട്ട് കച്ചറ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാത്ത ഒരു അനിശ്ചിതത്വം, ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു എക്സ് ഫാക്ടർ കൂടെ വരികയാണെന്നിൽ PV അൻവർ എന്നുള്ളത്. ആ എക്സ് ഫാക്ടർ ഒഴിവാക്കാൻ തീരുമാനിച്ചു. അത് UDFിന് സമ്മതമാണ്, LDFിന് സന്തോഷമാണ്. LDF ഉപേക്ഷിച്ചു, UDF ഇപ്പോൾ എടുക്കുന്നു. കാരണം ഇന്ന് രാവിലെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു 1 റൗണ്ട് ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞു എന്ന് പറയുന്നു. സുധാകരൻ പറയുന്നു എടുക്കില്ല എന്ന്. അത് കോൺഗ്രസ് ആണല്ലോ. പക്ഷേ മുസ്ലിം ലീഗ് പറഞ്ഞു 1 റൗണ്ട് ഞങ്ങൾ സംസാരിച്ചു എന്ന് പറഞ്ഞു. സോ ഇറ്റ് ഈസ് ഓബ്വിയസ്, ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ഫ്യൂ ഡേയ്സ്. അതേസമയം PV അൻവർ സ്വതന്ത്രനായ ഇടതുപക്ഷ പിന്തുണയോടെ ജയിച്ചു വന്ന സ്വതന്ത്രനാണ്. ബട്ട് അതുകൊണ്ട് PV അൻവറിന് കൂറുമാറാൻ സാധ്യമല്ല. അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ ഒരു UDF ചായയോടുകൂടി നിയമസഭ തീരുന്നവരെ അൻവറിന് തുടരേണ്ടി വരും എന്ന് ഞാൻ കരുതുന്നു. പിന്നെ രാഷ്ട്രീയ മുതലെടുപ്പ് ഈ പറഞ്ഞ പോലെ എല്ലാവരും നടത്തുന്നുണ്ട്. അത് SDPI നടത്തും, ഉറപ്പായിട്ട് ചെയ്യും. ശരി താങ്കളിലേക്ക് എത്താം. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ PV അൻവറിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം UDF തന്നെയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിനിടയിൽ UDFിനും LDFിനും ഒരുപോലെ ബാധ്യതയാകും എന്നുള്ള തോന്നൽ തുടക്കത്തിൽ PV അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് ഇരുവർക്കും ഉണ്ടായെങ്കിൽ പോലും ഇപ്പോൾ PV അൻവർ ഒരു ആകർഷണ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണോ കേരള രാഷ്ട്രീയത്തിൽ? രോഹിണി, കഴിഞ്ഞ ഏതാനും മാസമായി ഇങ്ങനെ രാഷ്ട്രീയ ത്രിശങ്കുവിൽ തങ്ങി നിന്ന PV അൻവർ ഏതാണ്ട് UDFിനോട് അടുക്കുന്ന, അല്ലെങ്കിൽ അടുക്കാൻ സാഹചര്യമൊരുക്കുന്ന ഒരു തിരക്കിലാണ്. അതിനേതാണ്ട് എല്ലാ ഘടകങ്ങളും ഒത്തുവരികയാണ്. ശ്രീ പിണറായി വിജയനും കേരളത്തിൻ്റെ പോലീസ് സംവിധാനവും ഭരണപക്ഷവും എല്ലാം തന്നെ അൻവർ വേട്ടയ്ക്കിറങ്ങുന്നു എന്നൊരു പ്രതീതി ജനിക്കുകയും രാത്രിയുടെ മറവിൽ അൻവറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി 120 പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് ഈ അറസ്റ്റൊക്കെ നടക്കുന്നത്. അതൊക്കെ വലിയൊരു എന്തോ അതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ഏതാനും പോലീസുകാർ പോയി അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. പ്രത്യേകിച്ച് ഒരു MLA ആണ്. അത് വരാൻ പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ലളിതമായി ചെയ്യാവുന്ന കാര്യം. എന്തൊക്കെയോ കരുതിക്കൂട്ടി ഉറപ്പിച്ചു എന്ന രീതിയിൽ ഇതൊരു ആകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന രീതിയിലാണ് അതിനെ ഭരണപക്ഷം, ഇപ്പോഴത്തെ കേരളത്തിലെ ഭരണപക്ഷവും അതുപോലെ തന്നെ അൻവറും അതിനെ കണ്ടത് അങ്ങനെയാണ്. ഒരു വിവാദം ഉണ്ടാകേണ്ടത് ശ്രീ PV അൻവറിൻ്റെ കൂടി ആവശ്യമായിരുന്നു. കാരണം അൻവർ ആദ്യം ശ്രീ TG മോഹൻദാസ് സാറ് പറഞ്ഞതുപോലെ ഉയർത്തിയ വിഷയത്തിൻ്റെ മെറിറ്റ് കേരള സമൂഹം കാതോർത്ത് കേട്ടു. കാരണം അഴിമതി വിരുദ്ധത എന്ന് പറയുന്നത് ആകർഷകമായൊരു വിഷയമാണ്. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നതിനേക്കാൾ ഉജ്ജ്വലമായി വലിയ വാർത്താ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ സ്വർണ്ണക്കടത്തും മറ്റഴിമതികളും ADGPയുടെ പല ബന്ധങ്ങളും എല്ലാം തന്നെ വലിയ തോതിൽ ഒരു വാർത്തകളിൽ നിറച്ചു നിർത്താൻ PV അൻവറിൻ്റെ ഇടപെടലുകൾക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ PV അൻവർ എന്ന താരതമ്യേന മലപ്പുറം ജില്ലയ്ക്ക് പുറത്തു വലിയൊരു പേരൊന്നും കേട്ടിട്ടുള്ള ആളല്ല PV അൻവർ. അദ്ദേഹം കേരള സമൂഹത്തിനെ, പ്രത്യേകിച്ചും കേരള രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിരപരിചിതനായി മാറി. ഒരു കഴിഞ്ഞ 6 മാസമായി
അൻവർ അനുഭവിച്ച അത്രയും പൊളിറ്റിക്കൽ സ്പേസ് അല്ലെങ്കിൽ മീഡിയ സ്പേസ് മറ്റൊരു രാഷ്ട്രീയക്കാരനും കേരളത്തിൽ അനുഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ അൻവർ തൻ്റേതായ ഒരു ഇടം അടയാളപ്പെടുത്തി. പക്ഷേ ആ ഇടമെന്ന് പറയുന്നത് മാധ്യമങ്ങൾ നൽകുന്ന ഇടം മാത്രമാണ്, അല്ല വിഷയത്തിൻ്റെ ഒരു മെറിറ്റാണ്. പക്ഷെ കൺസിസ്റ്റൻ്റായി ഒരേ വിഷയം വീണ്ടും 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 പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മടുപ്പ് ആദ്യകാല സമ്മേളനങ്ങൾ അൻവറിൻ്റെ കൂടെ കൂടിയ ആളുകളെക്കാൾ വളരെ കുറവാണ്. പിന്നീട് തുടർച്ചയായി പത്രസമ്മേളനം വിളിക്കുകയാണ്, തുടർച്ചയായി പൊതുയോഗങ്ങൾ നടത്തുകയാണ്. അവിടെ തന്നെ ജനം ശുഷ്കിച്ചു വന്നു. അതുകൊണ്ട് പുതിയ വിഷയങ്ങളിലേക്ക് എത്തേണ്ടി വന്നു. അവിടെയാണ് അൻവറിൻ്റെ ഒരു തിങ്ക് ടാങ്ക് അല്ലെങ്കിൽ ഒരു ഫാക്ടറി വർക്ക് ചെയ്യുന്നത്. അൻവറിനറിയാം മുസ്ലിം ലീഗ് കാര്യമായി അടുപ്പിക്കില്ല. അതുമാത്രമല്ല, താൻ ഇറങ്ങിപ്പോന്ന കോൺഗ്രസിൽ പലരെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ സീറ്റും വണ്ടൂർ സീറ്റും ഏറനാട് സീറ്റുമൊക്കെ വളരെ പ്രിയപ്പെട്ടതാണ്. ആ ഭാഗമൊക്കെ മലപ്പുറം ജില്ലയുടെ കിഴക്കൻ പ്രദേശം ആര്യാടൻ മുഹമ്മദിൻ്റെ ഒരു തട്ടകമായിരുന്നല്ലോ. ആര്യാടൻ എന്ന മുസ്ലിം ലീഗുമായിട്ട് അത്ര നല്ല സുഖത്തിലായിരുന്നില്ല. കോൺഗ്രസിനെ വളർത്താൻ ക്ഷീണം ശ്രമിച്ച ഒരാളാണ് ആര്യാടൻ മുഹമ്മദ്. ആര്യാടൻ മുഹമ്മദിൻ്റെ തട്ടകത്തിൽ തന്നെയാണ് മറ്റൊരു മുസ്ലിം കോൺഗ്രസ്സുകാരനായ അൻവറും കളിച്ചു വളർന്നത്. അങ്ങനെയെങ്കിൽ അൻവർ കോൺഗ്രസ് പാർട്ടിക്ക് അനഭിമതനായി മാറിയപ്പോൾ ഇടതുപക്ഷത്തേക്ക് ചേക്കേറാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. ആദ്യം ഒരു തിരഞ്ഞെടുപ്പ് അദ്ദേഹം മത്സരിച്ച് സാമാന്യ നല്ല ഇൻഡിപെൻഡൻ്റായിട്ട് മത്സരിച്ച് തൻ്റെ മാറ്റ് തെളിയിച്ചു. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും മത്സരിച്ചു. ഇടതുപക്ഷത്തിന് അത് അവഗണിക്കാനാകുമായിരുന്നില്ല. കടുത്ത UDF സീറ്റായ ഒരു നിലമ്പൂർ സീറ്റ് ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിൻ്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അൻവർ നേടുന്നു എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്ത് അദ്ദേഹം ഉറച്ചു. അപ്പോൾ മറ്റൊരു മഞ്ഞളാംകുഴി അലിയോ മറ്റൊരു KT ജലീലോ ഒക്കെയായി ഒരുപക്ഷെ ഭാവിയിൽ മന്ത്രിസഭയിൽ വരെ പ്രവേശിക്കാവുന്ന രീതിയിൽ ശ്രീ പിണറായി വിജയനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾക്കും അഭിമതനായി വളരെ പ്രിയപ്പെട്ടവനായി മാറി. അവർക്ക് വേണ്ടി വലിയ പോരാട്ടങ്ങളൊക്കെ നയിച്ച ചരിത്രമുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം പക്ഷേ അൻവറിനെ ശരിക്കും ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും, അൻവർ എപ്പോഴും ഒരു ഒറ്റയാനാണ്. ഏത് പാർട്ടിയിൽ കയറിയാലും ഏത് പാർട്ടിയിൽ പ്രവർത്തിച്ചാലും അവിടെ വേറിട്ടൊരു ചിന്തയുണ്ട്. തൻ്റെ തൻപോരിമ തൻ പ്രമാണിത്വം എല്ലാം തന്നെ കാട്ടുന്നൊരു വ്യക്തിയാണ് PV അൻവർ. ഇപ്പോൾ കോൺഗ്രസിൽ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് അവിടുന്ന് പുറത്ത് പോകേണ്ടി വന്നതും ഇടതുപക്ഷത്തെ അതേ രീതിയിൽ തന്നെ ആ ഒരു അച്ചടക്ക പ്രശ്നം ഉണ്ടായി. അതുകൊണ്ടാണ് അദ്ദേഹം പിണറായി വിജയനോട് സ്തുതിപാടി നിന്നയാളാണെന്ന് ഓർക്കണം. പെട്ടെന്ന് തൻ്റെ ഇംഗിതം നിർവഹിക്കാൻ പിണറായി വിജയൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തെ നിർദാക്ഷിണ്യം തള്ളിപ്പറഞ്ഞ ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരതയെക്കുറിച്ചൊന്നും ആർക്കും പ്രത്യേകിച്ച് സംശയമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അൻവർ ഒരു ബ്രാൻഡായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഒരു ഒറ്റയാൻ ബ്രാൻഡാണ്. ആ ബ്രാൻഡ് കേരളത്തിലെ UDF ബ്രാൻഡിനോടൊപ്പവും ഇന്ത്യയിലെ ഇന്ത്യ മുന്നണി ബ്രാൻഡിനോടൊപ്പവും ചേരുമോ എന്നതാണ് വിഷയം. ഇവിടെ അൻവർ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. UDFിലേക്ക് ചെയ്യാവുന്നത് വലിയൊരു പാതകമാണ് അൻവർ ചെയ്തത്. കാരണം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും മത്സരിക്കുമെന്ന് ഉപതെരഞ്ഞെടുപ്പ് വന്നു. 3 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു. അപ്പോൾ അവിടെ മത്സരിക്കും എന്ന് പറയുകയും അവസാനം ചേലക്കരയിൽ മത്സരിക്കുകയും ചെയ്തു. അവിടെയാണ് അൻവറിന് പിഴച്ചത്. മത്സരിച്ച് 3500 വോട്ടുകൾ 3400 വോട്ടുകൾ നേടി എന്ന് പറയുന്നത് അത് അൻവർ കൊണ്ടുവന്നൊരു വലിയൊരു പ്രതീതിയുണ്ട്. എനിക്ക് വലിയൊരു രീതിയിൽ വോട്ട് സമാഹരിക്കാൻ കഴിയും, ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന രീതിയിൽ തന്നെ വലിയ രീതിയിൽ സ്വാധീനമുണ്ട് എന്ന വാദം അവിടെ പൊളിഞ്ഞു. പക്ഷേ ശ്രീ TG മോഹൻദാസ് സാർ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഈ 3400-ൻ്റെ ഇഫക്റ്റ് എന്നൊക്കെ പറയുന്നത് ഒരു വേഫർ തിൻ മാർജിനൽ ജയിക്കുന്ന ചില മണ്ഡലങ്ങളിൽ അൻവർ ഇഫക്റ്റ് UDFന് പ്രയോജനകരമാകുമെങ്കിൽ എന്തുകൊണ്ടായിക്കൂടാ എന്ന ഒരു ചിന്തയുമുണ്ട് UDFനിടയിൽ. അതുകൊണ്ട് ആ ഒരു നെഗോസിയേഷനൊക്കെ നടക്കുന്ന സമയത്താണ് അൻവർ തൻ്റെ യഥാർത്ഥ ഇടം കണ്ടെത്തുന്നത്. അത് ഏതാണ്ട് ഈ പോരാട്ട രൂപത്തിലാണ്. അത് മൃഗങ്ങളും മനുഷ്യനും തമ്മിൽ നടക്കുന്ന പോരാട്ടം. കുടിയേറ്റ മേഖലയിൽ ഞാനൊന്ന് ഇടപെടുകയാണ്, താങ്കൾക്ക് തുടരാം. അതിനു മുൻപ് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്കായി നമ്മളിപ്പോൾ വിൻഡോയിൽ കാണുന്നത് ജാമ്യം ലഭിച്ചതിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങളാണ്. PV അൻവർ അല്പസമയത്തിനകം തന്നെ പുറത്തിറങ്ങും എന്ന് കരുതേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി PV അൻവറിനെ അനുകൂലിച്ച് മുദ്രാവാക്യങ്ങളുമായി പുറത്ത് പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. നമുക്ക് ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോയതിന് ശേഷം ചർച്ചയിലേക്ക് വളരെ പെട്ടെന്ന് എത്താം.
PV അൻവറിന് ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്ന് പുറത്ത് അല്പസമയത്തിനകം തന്നെ ഇറങ്ങും. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. ചർച്ചയിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, തുടരാം. ഇപ്പോൾ കാണുന്ന ചിത്രങ്ങൾ PV അൻവർ ജയിൽ മോചിതനായി വെളിയിൽ വരുന്ന നിമിഷങ്ങളാണ്, ജാമ്യം ലഭിച്ച് വരുന്ന നിമിഷങ്ങളാണ്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആരാണ് വന്നത് എന്നതാണ്, വരുന്നത്, ചുറ്റും നിൽക്കുന്നത് എന്നത് കൗതുകരമായ ഒരു കാര്യമാണ്. അവിടെ UDFന്റെ സജീവ സാന്നിധ്യമുണ്ടോ, അതോ അൻവറിൻ്റെ തന്നെ DMKയുടെ പ്രവർത്തകർ മാത്രമാണോ? ഇപ്പോൾ നിലവിൽ DMKയുടെ പ്രവർത്തകർ മാത്രമാണ് എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ചിത്രങ്ങൾ കാട്ടുന്നത്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ UDFിൻ്റെ നേതാക്കൾ, കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നടത്തിയ പ്രസ്താവനകളുടെ ഒരു ടോൺ ആൻഡ് ടെനർ വെച്ച് നോക്കിയാൽ അൻവർ UDFിലേക്കുള്ള വഴിയാണ്. ഇവിടെ സംശയമെന്ന് പറയുന്നത് DMK എന്ന രൂപത്തിൽ ഒരു ഘടകകക്ഷിയായി UDF അംഗീകരിക്കുമോ? അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ അത് ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷിയായ CPM-ന് അദ്ദേഹം അഭിമതനാകുമോ? ഇപ്പം DMK എന്ന തമിഴ്നാട്ടിലെ MK സ്റ്റാലിൻ്റെ DMKയിൽ ചേരാനായി മദ്രാസിൽ വരെ പോയി. അപ്പോൾ എന്നിട്ട് നാടകീയമായ ചില നീക്കങ്ങളൊക്കെ നടത്തി. പക്ഷേ അദ്ദേഹം വെറും കൈയോടെ തിരിച്ചു വരേണ്ടി വന്നു. കാരണം ഒരുപക്ഷെ കേരളത്തിൻ്റെ ഭരണകക്ഷി തമിഴ്നാടിൻ്റെ ഭരണകക്ഷിയുമായി സംസാരിച്ചിട്ടുണ്ടാകാം, നേതാക്കൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാകാം. അൻവറിന് DMKയിൽ ഇടം കൊടുക്കരുത്, അവരുടെ ആ ഒരു രീതിയിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന ടാഗ് ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ അത്ര സുഖമാവില്ല എന്ന തിരിച്ചറിവിലാണ് സ്റ്റാലിൻ അദ്ദേഹത്തെ മടക്കിയത്. പക്ഷേ അതേ പേരിൽ തന്നെ അദ്ദേഹം ഇവിടെ ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കി. ആ മൂവ്മെൻറ്റിന് ശക്തി തെളിയിക്കാൻ പൂർണ്ണമായി അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ശക്തി സമാഹരിക്കണമെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ശ്രീമതി രോഹിണി സൂചിപ്പിച്ചതുപോലെ, അൻവറിൻ്റെ പിന്നിൽ ആരാണ്? ആരോ ഉണ്ടാവണം. അൻവർ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി തേടുകയാണ്. ഒരു ഭൗതികമായ കോൺസ്റ്റിറ്റ്യുവൻസി അല്ല, ഒരു സ്പേസാണ്, ഒരു പൊളിറ്റിക്കൽ സ്പേസ് തേടുകയാണ്. അങ്ങനെയെങ്കിൽ കുടിയേറ്റ മേഖലയിലെ ന്യൂനപക്ഷങ്ങൾ ഒരുപക്ഷെ അൻവറിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയായി മാറാം. കർഷകർ, കുടിയേറ്റ മേഖലയിലെ കർഷക വിഷയങ്ങൾ, മുൻകാലങ്ങളിൽ കേരള കോൺഗ്രസ് ഒക്കെ എടുത്തതുപോലെയുള്ള കർഷക വിഷയങ്ങൾ വേണമെങ്കിൽ, പ്രത്യേകിച്ചും മലയോര കർഷകരുടെ വിഷയങ്ങൾ വേണമെങ്കിൽ, അതാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. മൃഗങ്ങൾ മനുഷ്യൻ തമ്മിലുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ കൃഷിയൊക്കെ നശിപ്പിക്കുന്ന മൃഗങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യരുമായി എന്നും മനുഷ്യൻ സുരക്ഷ ഒരുക്കാൻ ഗവൺമെൻറ്റിനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും കഴിയുന്നില്ല എന്ന പരിഭവമുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ നീളുന്ന വിഷയങ്ങൾ. അപ്പോൾ മലയോര മേഖലയിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മലപ്പുറം ജില്ലയുടെ കിഴക്കൻ മേഖല, അതുപോലെ അദ്ദേഹത്തിന് സ്വാധീനം കൂടുതൽ വികസിക്കാൻ സാധ്യതയുള്ള വയനാട് മേഖല, അവിടെയെല്ലാമുള്ള മലയോര കർഷകർ, അവരിൽ പലരും കുടിയേറ്റക്കാരാണ്. അവരെല്ലാം പലരും ഈ കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, ആലപ്പുഴ ജില്ല, ഇവിടങ്ങളിൽ നിന്നൊക്കെ, കൊല്ലം ജില്ലയുടെ വടക്കൻ ഭാഗങ്ങൾ, ഇവിടെ നിന്നെല്ലാം കുടിയേറിയ ആളുകളാണ്. അവർ ന്യൂനപക്ഷക്കാരുൾപ്പെടെയുണ്ട്. ആ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ, അതുപോലെ മലപ്പുറം ജില്ലയുടെ തന്നെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നിന്ന് കിഴക്കോട്ട് കുടിയേറിയ ആളുകളുണ്ട്, മുസ്ലിം ന്യൂനപക്ഷങ്ങൾ. ഇവർക്കെല്ലാം സ്വീകാര്യമായ ഒരു മുഖമായി മാറണം എന്ന ആഗ്രഹമാണ് അൻവർ. എങ്കിൽ മാത്രമേ ഒരു പൊളിറ്റിക്കൽ സ്പേസ് അൻവറിനുണ്ടാകൂ, വിലപേശ ശക്തി ഉണ്ടാകൂ. അതുമാത്രമല്ല, ഈ വിലപേശ ശക്തി ഉണ്ടാകണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ തട്ടകങ്ങളിലേക്ക് കടന്നു കയറാൻ സാധിക്കരുത്. കോൺഗ്രസിൻ്റെ തട്ടകങ്ങളും, അവിടെ കിഴക്കൻ മേഖലയിലെ കോൺഗ്രസ് തട്ടകങ്ങളും അൻവർ പിടിച്ചുകൊണ്ട് പോകരുത്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് മാത്രമേ മുസ്ലിം ലീഗും കോൺഗ്രസും അൻവറിനെ സഹായിക്കൂ. പക്ഷേ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും വർഗീയ സംഘടനകളോ മറ്റെന്തെങ്കിലും തീവ്ര വിഭാഗങ്ങളോ അൻവറിനെ മുന്നിൽ നിർത്തി പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളോടുകൂടി പെരുമാറുന്നുണ്ടോ എന്ന ഒരു സംശയം പല കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. ആ സംശയത്തിനുള്ള ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല. കാരണം പക്ഷേ അൻവറിന് മുന്നോട്ട് പോകണമെങ്കിൽ അടിയുറച്ച കുറച്ച് സപ്പോർട്ട് ബേസ് വേണം. അത് എവിടെ നിന്ന് വരുമെന്നതാണ്. അത് UDFിൻ്റെ ഘടകകക്ഷികളിൽ നിന്നും വരില്ല. അൻവറിന് സ്വന്തമായി സ്വാംശീകരിച്ചെടുക്കാൻ കഴിയുന്നത് ഒരു ചെറിയൊരു മേഴ്സണറി സംഘത്തെ മാത്രമാണ്. അവിടെയാണ് അൻവറിൻ്റെ പ്രസക്തി ഉരുത്തിരിഞ്ഞ് വരേണ്ടത്. അതെ, തീർച്ചയായും. അഡ്വക്കേറ്റ് PM നിയാസ്, എന്തായാലും UDFിലേക്ക് തന്നെയാണോ അൻവറിൻ്റെ വരവ്? നോക്കൂ, ഇവിടെ അൻവർ UDFിൽ വരുന്നു, അല്ലെങ്കിൽ അൻവർ മുസ്ലിം ലീഗിലേക്ക് പോകുന്നു എന്നുള്ളതല്ലല്ലോ, കോൺഗ്രസിലേക്ക് വരുന്നു എന്നുള്ളതല്ലല്ലോ. ഇവിടെ അടിസ്ഥാനപരമായ ഇന്നലെ ഉണ്ടായ വിഷയം, ഇവിടെ കഴിഞ്ഞ 9 ദിവസത്തിനിടയിൽ 6 പേരാണ് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയത്. ഇന്നലത്തെ സംഭവം അതിദാരുണമാണ്. അതൊരു മണി എന്ന് പറയുന്ന ഒരു ആദിവാസി സഹോദരൻ അവരുടെ കുടുംബത്തെ രക്ഷിക്കാനുള്ള വെപ്രാളത്തിനിടയിൽ സ്വയം ജീവൻ ബലിയർപ്പിക്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്.
പക്ഷെ അങ്ങനെ അദ്ദേഹം ധീരതയോടുകൂടി മുന്നോട്ട് പോയി ബാക്കിയുള്ളവരെ രക്ഷിച്ച് മുന്നോട്ട് പോയി എങ്കിൽ പോലും അദ്ദേഹത്തെ സമയത്തിന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു സാമാന്യ മനുഷ്യരും കേരളത്തിലെ ഗവൺമെന്റോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റോ ചെയ്തില്ല എന്നുള്ള അവിടെ ആവശ്യം. അത് അവിടുത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച, അതും LDFന്റെ ഭാഗമായി നിന്ന് ജയിപ്പിച്ച ഒരു MLAക്ക് മുമ്പിൽ ആ ചോദ്യം എത്തുമ്പോൾ സ്വാഭാവികമായും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ നിരുത്തരവാദപരമായ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ അത് ചോദ്യം ചെയ്യാൻ അദ്ദേഹവും അദ്ദേഹത്തിനോടൊപ്പമുള്ള ജനങ്ങളും തയ്യാറായി എന്നതിൽ എന്തിനാണ് സർക്കാർ ഇത്ര പ്രയാസപ്പെടുന്നത്? ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ എത്ര സമരങ്ങൾ CPM ചെയ്തതാണ്. ഈ പിണറായി വിജയനും നേരത്തെ സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനും പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ സമരം ചെയ്തതല്ലേ? അവിടെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷന് മുമ്പിൽ വെച്ച് ബോംബുണ്ടാക്കുമെന്ന് പരസ്യപ്രചരണം നടത്തിയവരല്ലേ? എന്തെല്ലാം തരത്തിലുള്ള നശീകരണ പ്രവർത്തനങ്ങളുമായി കൊണ്ടാണ് അവരുടെ സമരങ്ങൾ മുന്നോട്ട് പോയത്. ആ സമരങ്ങൾ പലതും രാഷ്ട്രീയ പ്രേരിതമായിരുന്നില്ലേ? രാഷ്ട്രീയ പ്രേരിതമായ സമരങ്ങൾ നടത്തിയിട്ട് പോലും കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ യാതൊരു മടിയുമില്ലാതെ ഞങ്ങൾ ധിക്കാരത്തിന്റെയും അക്രമത്തിന്റെയും ബാധ സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത ഒരു ഭരണകൂടമല്ലേ ഇന്ന് ഭരിക്കുന്നത്. അങ്ങനെ ഭരിക്കുമ്പോൾ ഇവിടെ ഒരു സമരം ഞാനും ആദ്യത്തിൽ വിചാരിച്ചു ആകെ അദ്ദേഹം ആ ഓഫീസ് ആകെ അടിച്ചു പൊളിച്ച് കത്തിച്ചു എന്നൊക്കെയാണ് ഞാൻ ധരിച്ചു പോയത്. പക്ഷെ ആ ഓഫീസിൽ അവിടെ ആളുകൾ ജനങ്ങൾക്ക് ദുരിതത്തിന് പരിഹാരം എത്തേണ്ട നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവിടെ എത്താത്തതുകൊണ്ട് ആ ഓഫീസിൽ വന്നു എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ ആ ഓഫീസ് ബലം പ്രയോഗിച്ച് തുറന്നു എന്നതിന്റെ പേരിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു കസേലയോ മേശയോ ഒന്ന് താഴെ മറിഞ്ഞു വീണു എന്നതിന്റെ പേരിൽ ഇത്രയും വലിയ കോലാഹലം കാണിക്കേണ്ടതുണ്ടോ? അദ്ദേഹം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിയമസഭാംഗമാണ്. നിയമസഭാംഗം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനുള്ള പരിരക്ഷ എന്നുള്ള നിലയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ നോട്ടീസ് കൊടുത്താൽ അദ്ദേഹം ഹാജരാകുമായിരുന്നല്ലോ. നോട്ടീസ് കൊടുത്തില്ല എങ്കിൽ കോടതിയുടെ വാറന്റോടുകൂടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ. അപ്പൊ അതൊന്നും ചെയ്യാതെ ഒരു കുറ്റവാളിയെ, ഒരു പിടികിട്ടാപ്പുള്ളിയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയി എന്നത് അത് ഭരണകൂട ഭീകരതയല്ലാതെ മറ്റെന്താണ്? അങ്ങനെ ഭീകരത ഉണ്ടാക്കി സർക്കാരിനെതിരെ പറയുന്ന ആളുകളെയൊക്കെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്ന ഒരു രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ വിപ്ലവത്തിലൂടെ കടന്നു വന്നവരാണ്, വിപ്ലവം കൊണ്ടു നടന്നവരാണ്. ശ്രീ PM നിയാസ്, താങ്കൾ ഇപ്പോൾ പറഞ്ഞ് നിർത്തിയെടുത്ത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം VD സതീശൻ പറഞ്ഞത് ഇത് ഭരണകൂട ഭീകരത എന്ന് തന്നെയാണ്. നമുക്കറിയാം PV അൻവർ ഈ ഒരു വിഷയത്തിൽ അറസ്റ്റ് കൈവരിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നേരത്തെ ADGP MR അജിത് കുമാറിനെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇത്രയധികം ഒരു അനുകൂല നിലപാട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് PV അൻവറിന് നേർക്ക് ഉണ്ടായിരുന്നില്ല. അത് PV അൻവറിന്റെ മാത്രം ആരോപണങ്ങൾ എന്നുള്ള രീതിയിലായിരുന്നു നിലപാട് കോൺഗ്രസും UDFും സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോൾ PV അൻവറിനെ പരസ്യമായി തന്നെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ഒന്നാം ഘട്ട ചർച്ചകൾ നടത്തി എന്ന് പ്രതിപക്ഷ ഉപനേതാവായ PK കുഞ്ഞാലിക്കുട്ടി പറയുകയും ചെയ്യുമ്പോഴുള്ള ഈ അവസാന മണിക്കൂറുകളിലെ ഒരു രാഷ്ട്രീയ ചുവടുവയ്പ്പാണ് ചോദിക്കുന്നത്. കൂടുതൽ സ്വീകാര്യനാകുകയാണോ കോൺഗ്രസിന് PV അൻവർ എന്നുള്ളത്? ഞാൻ വീണ്ടും പറയാം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിഷയാധിഷ്ഠിതമാണ്. അദ്ദേഹം ഇന്നലെ ഉയർത്തിയിരിക്കുന്ന വിഷയത്തിൽ അത് ഒരു സാധാരണ പ്രതിപക്ഷം ആവണമെന്നില്ല, സാധാരണ ഒരു മനുഷ്യത്വമുള്ള ആർക്കും ആ ഒരു സമര രീതിയെ എങ്ങനെ എതിർക്കാൻ കഴിയും? എങ്ങനെ അദ്ദേഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയ ഉയർത്തിയിരിക്കുന്ന ആശയങ്ങൾ, ആ ആശയങ്ങൾ 100% നമുക്ക് അംഗീകരിക്കല്ലാതെ മറ്റെന്ത് ചെയ്യാൻ പറ്റുക? അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് പറയുന്നത്, താങ്കൾ ഇവിടെ പറഞ്ഞു വരുന്നത് കോൺഗ്രസ്സുകാരനായി അദ്ദേഹം മാറാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിലാണ് താങ്കൾ ഉന്നയിച്ചു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല എങ്കിൽ പോലും, അദ്ദേഹം BJP-കാരനാണോ എങ്കിൽ പോലും, ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് അധിഷ്ഠിതമായ ഒരു പിന്തുണ കൊടുക്കുവാൻ UDFും കോൺഗ്രസും പ്രതിജ്ഞാബദ്ധമല്ലേ? അങ്ങനെയല്ലേ ആവേണ്ടത്? ഞാനൊരു കാര്യം തുറന്നു തന്നെയാണോ? അത് മാത്രമാണോ ഉദ്ദേശശുദ്ധി? കാരണം 1.5 വർഷം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. PV അൻവറിന് ഇത്തരം വിഷയങ്ങളിൽ ചെലുത്താൻ കഴിയുന്ന ഒരു സ്വാധീനം തങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ ഇപ്പോൾ UDFിനെ സംബന്ധിച്ചില്ല, ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അങ്ങനെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്?
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മരണം 6 മാസം കഴിഞ്ഞ് ചിലപ്പോൾ 1.5 കൊല്ലം കഴിഞ്ഞ് മരണത്തെക്കുറിച്ച് ആണോ ഞങ്ങളുടെ ചിന്ത? അങ്ങനെയാണെങ്കിൽ ഇവിടെ 9 ദിവസത്തിനുള്ളിൽ 6 പാവപ്പെട്ടവർ, അതും ആദിവാസികളായ സാധാരണക്കാരായ 6 പേര് ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ എന്താ സർക്കാരിന് എന്താ മിണ്ടാട്ടമില്ലാത്തത്? മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, അത് എന്നും മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആകുമ്പോൾ മനുഷ്യത്വപരമായ ഒരു സമീപനം എന്തുകൊണ്ട് സർക്കാർ എടുക്കുന്നില്ല? ഇവിടെ സർക്കാർ എന്തുകൊണ്ട് ഇന്നലത്തെ യഥാർത്ഥ പ്രശ്നം എന്താണ്? യഥാർത്ഥ പ്രശ്നം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായ ഫണ്ട് സർക്കാരിന് കൊടുക്കാൻ കഴിയുന്നില്ല, അവർക്ക് ആവശ്യമായ വാഹനങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ല, അവർക്ക് ആവശ്യമായ മാൻ പവർ സപ്ലൈ ചെയ്യാൻ സർക്കാരിന് കഴിയുന്നില്ല. അതല്ലേ അവിടെ അത്രയും ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്? അത് മൂടി വെക്കുവാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ അത് മൂടി വെക്കുന്ന രീതിയിൽ ഒരു പ്രതിപക്ഷ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? അതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള വിഷയം. ഇത് അവസാനത്തെ വിഷയമല്ല, ഇത് ആദ്യത്തെ വിഷയവുമല്ല, ഇത് തുടർന്ന് ഒരു മരീചിക തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമായി മാറിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ PV അൻവറിന് അനുകൂല നിലപാട് സ്വീകരിച്ച പ്രതിപക്ഷ നേതാവ് അവസാനം പറഞ്ഞു നിർത്തുന്നത് പിണറായി വിജയനെതിരെ ആര് ശബ്ദിച്ചാലും അവരുടെ ഗതി ഇതാകും എന്നുള്ളതാണ്. അങ്ങനെ വ്യക്തിപരമായ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ശ്രീ TG മോഹൻദാസ്, PV അൻവർ പൊതു താൽപ്പര്യമുള്ള രാഷ്ട്രീയ കാര്യങ്ങളിൽ മാത്രമാണ് ഇടപെടുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുമോ? തുടക്കത്തിൽ അദ്ദേഹം അങ്ങനെയായിരുന്നു. നമുക്കറിയാം ADGP അജിത് കുമാറിനെതിരെ, പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ ഒക്കെ വലിയ രീതിയിലുള്ള ആരോപണം ഉയർത്തി, സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മലപ്പുറത്തെ SP മാർ ചെയ്യുന്ന അഴിമതി കഥകൾ, ഇതൊക്കെ വാർത്താ ശ്രദ്ധ ആകർഷിച്ചതാണ്, പൊതുജനമൊക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ചതുമാണ്. പക്ഷേ അതിൽ നിന്ന് പിന്നീട് ഓരോ ദിവസം കഴിയുന്തോറും ഒരല്പം സ്ഥാനചലനം സംഭവിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് മലപ്പുറത്തെ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം കേസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു, കേസിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള പരാമർശത്തിൽ നിന്ന് തുടങ്ങി ഒരു പ്രത്യേക ജില്ല എന്നുള്ള, പ്രത്യേക രാജ്യം എന്നുള്ള ആവശ്യത്തിലേക്കൊക്കെ അദ്ദേഹം ചെന്നെത്തുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുവടുമാറ്റം ആദ്യം പൊതു താൽപ്പര്യത്തിൽ നിന്ന് പിന്നീട് രാഷ്ട്രീയവും സാമുദായികവും ഒക്കെയായി മാറുന്ന ഒരു കാഴ്ച കണ്ടു. ഇടയ്ക്ക് വച്ച് ഒന്ന് പിന്നോട്ടാഞ്ഞ അദ്ദേഹം ഇപ്പോൾ വീണ്ടും വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിക്കുന്നു. നിർഭാഗ്യവശാൽ ഒരു ആദിവാസി യുവാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു. ആ അവസരത്തിൽ അദ്ദേഹം വീണ്ടും പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്നു, ശ്രദ്ധയാകർഷിക്കുന്നു, വാർത്താ പ്രാധാന്യം നേടുന്നു. ഇത് മാത്രമാണ്, പൊതുജന താല്പര്യം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അദ്ദേഹം ഉയർത്തിയ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കപ്പെടാതെ പോയ മലപ്പുറം പരാമർശവും മലപ്പുറത്തെ കേസുകളുടെ എണ്ണം ഒരു പ്രത്യേക സമുദായത്തിലേക്ക് മാത്രം വരുന്നു എന്നുള്ളതും ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന് അനുകൂലമാക്കാവുന്ന രാഷ്ട്രീയ ചലനങ്ങൾ ലക്ഷ്യം വെച്ച് തന്നെ ആയിരുന്നില്ലേ? ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ അയാളുടെ രാഷ്ട്രീയ ഭാവി ഒഴിച്ച് വേറെ ജനനന്മ, വാഴക്കൊല ഇതുപോലത്തെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാറില്ല. അങ്ങനെയൊന്നും ധരിക്കരുത്. ഒരു അത്യപൂർവം രാഷ്ട്രീയക്കാരൊക്കെ പൊതുജനങ്ങളെ പറ്റിയൊക്കെ വിഷമിക്കാറുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അവരവരുടെ കരിയർ നോക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു കരിയർ പൊളിറ്റീഷ്യനാണ് PV അൻവർ. PV അൻവറിൻ്റെ കച്ചവടം തന്നെ സ്വർണമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ വജ്രങ്ങളോ അതുപോലെയുള്ളതും ഒക്കെ ഉണ്ടാവാം. സൗത്ത് ആഫ്രിക്കയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന താവളം. MLA എന്നൊക്കെ പറയുമ്പോഴും MLAയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസിൽ പരാതി കൊടുത്ത ആൾക്കാരാണ് കോൺഗ്രസ്സുകാർ. അത് സത്യവുമായിരുന്നു. കാരണം ഈ കക്ഷിയെ കാണുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് സൗത്ത് ആഫ്രിക്ക വേണ്ട, നിലമ്പൂര് മതി. എന്തു പറ്റി സൗത്ത് ആഫ്രിക്കയ്ക്ക് ആർക്കും അറിയില്ല. സൗത്ത് ആഫ്രിക്കൻ ബിസിനസ്സിൽ വല്ല ക്ഷീണവും തട്ടിയത് ഇവിടുത്തെ മലപ്പുറം ജില്ലയിലെ സ്വർണ്ണക്കടത്തുമായിട്ട് വല്ല ബന്ധമുണ്ടോ? കാരണം സ്വർണ്ണക്കടത്തിലാണ് അദ്ദേഹം കയറി ആദ്യം ഇടപെടുന്നതും വികാരഭരിതനാവുന്നതും. അതിൽ വിക്ടിംസ് എന്ന് അദ്ദേഹം കരുതുന്ന 2 പേരെ വിളിച്ചിട്ട് പത്രസമ്മേളനം പോലെ നടത്തി അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് അങ്ങനെ വലിയ കോലാഹലം ഉണ്ടാക്കി. ഫലത്തിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു? പോലീസിന് കള്ളസ്വർണം കള്ളക്കടത്ത് പിടിക്കാനുള്ള അവകാശമില്ല, അത് കസ്റ്റംസിനുള്ളതാണ്. പോലീസ് എന്തിനിതിൽ ഇടപെടുന്നു എന്നുള്ളതാണ് അൻവറിൻ്റെ ചോദ്യം. പോലീസ് പറയുന്നത് ഞങ്ങൾക്ക് എന്തിലും ഇടപെടാം, കള്ളക്കടത്തിലും ഇടപെടാം. കോടതിയും പറഞ്ഞു പോലീസിന് കള്ളക്കടത്തിലും ഇടപെടാം. കള്ളക്കടത്ത് സ്വർണം എന്ന് സംശയമുണ്ടെങ്കിൽ പോലീസിന് അത് പിടിച്ചെടുക്കാം, പരിശോധിക്കാം,
ഡ്യൂട്ടി അടച്ചോ എന്ന് നോക്കാം. ഡ്യൂട്ടി അടച്ചില്ലെങ്കിൽ കക്ഷിയെ അറസ്റ്റ് ചെയ്ത് തൊണ്ടുമുതൽ സഹിതം കോടതിയിൽ ഹാജരാക്കാം. ഇത് പറയുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെളിയിച്ചു മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ. അതിന് ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മുസ്ലിം വിരുദ്ധ പ്രസ്താവനയാണെന്നൊക്കെ പറഞ്ഞിട്ട് അൻവർ ആ ഒരു പൊളിറ്റിക്സ് കളിക്കാൻ നോക്കി, സാധിച്ചില്ല. PV അൻവർ എപ്പോഴും ഒരു മുസ്ലിം ആകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇന്നലെയും അത് ചെയ്തു. മുസ്ലിം വിരുദ്ധതയാണ്. ഞാനിതിൽ മുസ്ലിം വിരുദ്ധതയൊന്നും കാണുന്നൊന്നുമില്ല. കാരണം പിണറായി വിജയൻ ഏറ്റവും പ്രോ മുസ്ലിമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. മുസ്ലിങ്ങൾക്ക് ആവുന്നത്ര സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ മുസ്ലിം ലീഗിനെ തന്നെ ഇപ്പുറത്തേക്ക് അടർത്തിയെടുക്കുക, ഇതൊക്കെയാണ് പിണറായിയുടെ ലക്ഷ്യമെന്ന് ആർക്കും അറിഞ്ഞുകൂടാത്തത്. അദ്ദേഹം അതുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയെ ഇതാക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു പരിധി കവിഞ്ഞ് അൻവറിൻ്റെ ആക്രമണം വന്നു കഴിഞ്ഞപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് മുഖ്യമന്ത്രിക്കും പുറത്തേക്ക് വിടേണ്ടി വന്നു. PV അൻവർ ജനനന്മയെ കരുതിയാണ് എന്തെങ്കിലും ചെയ്തതെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം, അദ്ദേഹത്തിൻ്റെ പാർട്ടി, അദ്ദേഹത്തിൻ്റെ സമരം, ഇതൊന്നും തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ 10 ദിവസം കൊണ്ട് 9 പേര് മരിച്ചു എന്നൊക്കെ. എവിടെ പോയിരുന്നു അൻവർ? ഈ അവസാനത്തെ മരണം വരെ അൻവർ കാത്തിരിക്കാൻ കാര്യം എന്താ? ആദ്യത്തെ മരണം മുതൽ ബഹളം വയ്ക്കണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഒരു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ രാഷ്ട്രീയക്കാർ അറിഞ്ഞുകൊണ്ടുള്ള ഒരു നാടകങ്ങളാണെന്ന് ഞാൻ സംശയിക്കാൻ കാരണം ഇതാണ്. ഇതിൻ്റെ ടൈമിംഗ് സംഗതിയൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് ഇഷ്യൂ അല്ലാത്തൊരു സാധനം വലിയ ഇഷ്യൂ ആയിട്ട് കൊണ്ടുവരിക. വാസ്തവത്തിൽ ആ ഫോറസ്റ്റ് ഓഫീസ് തല്ലിപ്പൊളിക്കേണ്ട കാര്യം എന്തായിരുന്നു? അൻവർ അതിൽ പ്രതിയല്ല. ആ വീഡിയോസിലൊന്നും അൻവറിനെ കാണുന്നില്ല. ശരി, സമ്മതിച്ചു. അൻവറിൻ്റെ ആൾക്കാരാണെന്ന് അൻവറും സമ്മതിക്കുമല്ലോ. എന്തിനാണ് നിങ്ങൾ ഓഫീസ് തല്ലിപ്പൊളിച്ചകത്ത് കയറിയത്? ആരെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? അപ്പോൾ അത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ്. സംഭവം ഒന്ന് ചൂടാകട്ടെ, അറസ്റ്റ് ചെയ്യാനൊക്കെ ഒരു സാധനമൊക്കെ വേണ്ടേ? പോലീസും അതനുസരിച്ച് PDPP ആക്ട് വെച്ച് അൻവറിനെ അപ്പം തന്നെ തൂക്കിക്കൊല്ലാനെന്നുള്ള മട്ടിൽ വലിയ ഷോ കാണിച്ച് അറസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും പറഞ്ഞല്ലോ ഇത് ഭരണകൂട ഭീകരതയാണ്, ഒരു മണ്ണാങ്കട്ടയല്ല. അങ്ങനെയാണെങ്കിൽ PC ജോർജിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവരെവിടെ പോയിരുന്നു? വെളുപ്പിനെ 5 മണിക്ക് 45 പോലീസുകാർ PC ജോർജിൻ്റെ വീട് വളഞ്ഞാണ്. PC ജോർജ് അദ്ദേഹം പറയുന്നത് ഞാൻ സാധാരണ വെളുപ്പിനെ 4:30 എണീക്കുന്ന മനുഷ്യനാണ്, എന്നിട്ട് ഞാനൊരു കട്ടൻ ചായ കുടിക്കും. അപ്പോഴാണ് പുറത്ത് ബൂട്ടിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നു. അദ്ദേഹം ഉടുത്തിരുന്ന കൈലിയും ബനിയനുമായിട്ട് പുറത്തിറങ്ങി. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ നിറയെ പോലീസുകാർ. സാറേ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോവുക. അയ്യോ, ഇതിനും മാത്രം ആളോ? എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുമായിരുന്നല്ലോ എന്ന്. പിന്നെ ഒരു ടൂറിസ്റ്റ് യാത്ര പോലെ PC ജോർജിന് അവിടെ സ്വീകരണങ്ങൾ സംഗതികളൊക്കെ ചെയ്തിട്ടാണ് പോയത്. ഇതാണോ ഭരണകൂട ഭീകരത? അങ്ങനെയാണെങ്കിൽ PC ജോർജിൻ്റെ അന്ന് ഇവരാരും ഒന്നും വേണ്ടിയിട്ടില്ല. ഈ ഭരണകൂട ഭീകരതക്കാർ മുഴുവൻ നിശബ്ദരായിരുന്നു. കാരണം PC ജോർജ് ഒരു പ്രോ BJP ആയിട്ട് നിൽക്കുന്നു. അന്ന് BJP ചേർന്നിട്ടില്ല, പ്രോ BJP ആണ്. അതുകൊണ്ട് അവനെ തല്ലിയാലും കുത്തിയാലും കൊന്നാലും ഒരുത്തനും ചോദിക്കേണ്ട കാര്യമില്ല. എവരിതിങ് ഈസ് ജസ്റ്റിഫയബിൾ. ഇപ്പം ഈ ഭരണകൂട ഭീകരത എന്ന് പറയുന്നവരെ ആരും തന്നെ ഭരണകൂട ഭീകരത കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട് അടിയന്തരാവസ്ഥയിൽ. 36 പോലീസുകാരെയും കൊണ്ടുവന്ന് വളഞ്ഞൊന്നും അല്ല ഭരണകൂട ഭീകരത. ഒരു പോലീസ് ജീപ്പ് വഴിയിൽ കൊണ്ടുവന്ന് നിൽക്കും, 2 പോലീസുകാർ ഇറങ്ങും. രാത്രി 2 മണിക്കായിരിക്കും. നിങ്ങളുടെ വാതിലിൽ മുട്ടും, വാതിൽ തുറക്കും, നിങ്ങളെ അതുപോലെ കുത്തിപ്പിടിച്ചിട്ട് ജീപ്പിലിട്ടിട്ട് കൊണ്ടുപോകും. ഇതാണ് ഭരണകൂട ഭീകരത. പിന്നെ നിങ്ങൾ എവിടെയാണെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. അല്ലാതെ ചെണ്ട കൊട്ടി മാധ്യമങ്ങളെയൊക്കെ അറിയിച്ചിട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടുപോകുക, വൈദ്യപരിശോധനയുടെ വീഡിയോ, ഒരു മണ്ണാങ്കട്ടയില്ല. ഭരണകൂട ഭീകരത നിങ്ങൾ കാണാഞ്ഞിട്ടാണ്. അതൊന്നും ആരും കണ്ടിട്ടില്ല. ചുമ്മാ അടിച്ചു വിടുകയാണ്. കൊള്ളാവുന്നൊരു വാക്കാണല്ലോ, ഇച്ചിരി കനമുള്ളതാണല്ലോ എന്ന് വിളിച്ചിട്ട് 2 ഭായൊക്കെ ഉണ്ടല്ലോ. ഭരണകൂട ഭീകരത അത് കേട്ട് കഴിയുമ്പോൾ ഒരു ഞെട്ടലുണ്ടാകും. അതൊന്നുമല്ല. ഈ സാധനം അറേഞ്ച്ഡ് ഡ്രാമയാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. Someone wanted to lift PV Anwar so that he joins UDF once for all. ഇദ്ദേഹത്തിന് എത്ര സീറ്റ് കിട്ടും എന്നുള്ളതൊന്നും അല്ല പ്രശ്നം. ഒരു ന്യൂയിസൻസ് വാല്യൂ എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, ഒരു എക്സ് ഫാക്ടർ എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിക്കാൻ തടസ്സമായി നിൽക്കുന്ന അപ്രതീക്ഷിതമായ ഒരു സാധനം. അത് 5ഓ 10ഓ കോൺസ്റ്റിറ്റ്യുവൻസിലാകാം, അല്ലെങ്കിൽ 5ഓ 10ഓ പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാവാം. അത് ഇല്ലാതാക്കുക എന്നുള്ളത് 2 മുന്നണികൾക്കും ആവശ്യമാണ്. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻ വിത്ത് കിറ്റക് സാബു. വേർ ഈസ് സാബു നൗ? സാബുവിനെ ഒതുക്കിയില്ലേ എല്ലാവരും കൂടെ? സാബുവിന് നാട് വിടേണ്ടി വന്നില്ലേ?
എക്സ് ഫാക്ടറിനെ അംഗീകരിക്കില്ല. അത് രണ്ട് മുന്നണികളുടെയും നിർബന്ധമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ഷോയെല്ലാം ഒരു അറേഞ്ച്ഡ് ഡ്രാമയായിരിക്കും എന്ന് ഞാൻ ആയിരിക്കും എന്നേ പറയുന്നുള്ളൂ. അതിൻ്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്താനൊന്നും വരണ്ട. ഞാൻ ഇത്തരം നാടകങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളവനായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ദിസ് കുഡ് ബി എ ഡ്രാമ ഓൾസോ. ഇതിലൊന്നും ഒരു ആത്മാർത്ഥതയും ആർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് മരിച്ചവരുടെ കാര്യത്തിൽ ഒരു നീക്കവും ഉണ്ടാകാമെന്നതെന്താ? ഞാൻ പറയട്ടെ, ഒരു ആദിവാസി ഈ ശശീന്ദ്രൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഒരു ഷെഡ്യൂൾഡ് ട്രൈബ് വിരുദ്ധനാണ് വാസ്തവത്തിൽ. ഒരു ആദിവാസി പയ്യൻ, രോഹിണിക്ക് ഓർമ്മയുണ്ടോ? അയാൾക്ക് പല്ലിന് ഒരു ചെറിയ പൊട്ടലുണ്ട്. അതിൻ്റെ പേരിൽ ഫോറസ്റ്റ് ഗാർഡായിട്ട് അയാളെ എടുക്കില്ല എന്ന് പറഞ്ഞു. അയാൾ സങ്കടപ്പെട്ട് ഒരുപാട് പേർക്ക് പരാതി കൊടുക്കുകയോ കോടതി പോവുകയോ ഒക്കെ ചെയ്തു. ശശീന്ദ്രൻ എടുത്തില്ല. ശശീന്ദ്രൻ എന്ന് പറഞ്ഞത് ചട്ടങ്ങൾ ഇതിനെതിരാണ്. ആലോചിക്കണം, ചട്ടങ്ങൾ എന്താ ചെയ്തതെന്നറിയാമോ? കേരളത്തിലെ ഫോറസ്റ്റ് ഗാർഡ് ആകാനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ ഇന്ത്യൻ മിലിറ്ററിയുടെ മാനദണ്ഡം എടുത്തിട്ട് കോപ്പി ചെയ്തതാണ്. ഇന്ത്യൻ മിലിറ്ററിയിൽ പല്ലിന് പൊട്ടലോ വളവോ ഉണ്ടെങ്കിൽ അവർ പട്ടാളത്തിൽ എടുക്കുകയില്ല. കാരണം ഗ്രനേഡ് കടിക്കാൻ മറ്റ് പല കാര്യത്തിനായിട്ട് നല്ല ബലമുള്ള പല്ലുകൾ വേണം അവർക്ക്. ആ പല്ല് പൊങ്ങിയ ആളിനെ അവരെടുക്കുകയില്ല. ഇങ്ങനെയൊക്കെ അവരുടെ നിയമം. നമ്മുടെ ഫോറസ്റ്റ് ഗാർഡിന് ഒരു കത്തി പോലും കയ്യിൽ കൊടുക്കാറില്ല ആയുധമായിട്ട്. ആ പാവത്തിന് ഈ പൊട്ടിയ പല്ലുണ്ടെങ്കിൽ എന്താ കുഴപ്പം? ഇത് ഒരു സ്പെഷ്യൽ ഓർഡർ വഴി മന്ത്രിക്ക് കമൻറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ കണ്ടീഷൻ ഇളവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ പയ്യന് ജോലി കിട്ടുമായിരുന്നു. ഈ മഹാഭാവി ചെയ്തില്ല. ഈ ശശീന്ദ്രൻ മന്ത്രി ഒന്നും ചെയ്യാതെ, അവർക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്യാതെ വെറുതെ വാചകമടിക്കുക, അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ കാശ് കൊടുക്കാതിരിക്കുക. ഇതിനൊക്കെ കാരണം എന്താ? ജനസംഖ്യയിൽ 1% അവരുള്ളൂ. 1%. നമ്മൾ ട്രാക്ടറും സംഗതിയൊക്കെ ആയിട്ട് അങ്ങോട്ട് കയ്യേറി അങ്ങ് ചെല്ലുക, എന്നിട്ട് കുടിയേറ്റം എന്ന് പേര് വിളിക്കുക, അവരെ വനത്തിനുള്ളിലേക്ക് തള്ളുക. അവരെവിടം വരെ പോകും? അവരോട് ചോദിക്കുന്നു നിങ്ങളുടെ പട്ടയം എവിടെ? അവർ പട്ടയം എന്നുള്ള വാക്ക് കേട്ടിട്ടില്ല. സർവേ നമ്പർ എന്താണെന്ന് അവർക്കറിയില്ല. അവർ പണ്ട് കാലം ഒരു കാട്ടിൽ ജീവിക്കുന്നവരാണ്. ഇങ്ങനെ അവരെ കൊള്ളയടിച്ചാണ് നമ്മൾ. എന്നിട്ട് കയ്യേറിയത് മുഴുവൻ നമ്മൾ റെഗുലറൈസ് ചെയ്തു. 1960 മുതലുള്ള കയ്യേറ്റങ്ങൾ ഓരോന്നായിട്ട് നിയമസഭ ഐക്യകണ്ഠ്യേന പാസ്സാക്കി. ഒരു തവണ മാത്രം ഗൗരിയമ്മ എണീറ്റ് പറഞ്ഞു ഈ മഹാഭാവത്തിന് കൂട്ടു നിൽക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞിട്ട് ഗൗരിയമ്മ ഇറങ്ങിപ്പോയി. അപ്പോഴും ആ റെഗുലറൈസേഷനും പാസ്സായി നിയമസഭയിൽ. ഗൗരിയമ്മ മാത്രം ഇറങ്ങിപ്പോയെങ്കിലും ഇത്രയുമൊക്കെ ദ്രോഹം ഈ കക്ഷികളോട് ചെയ്തു. എവിടെ പോയിരുന്നു ഈ പി വി അൻവർക്ക്? പി വി അൻവർ കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒക്കെ പ്രവർത്തിച്ചിരുന്നല്ലോ. അന്നൊന്നും ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. ഇദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ സുഖതാമസമല്ലായിരുന്നോ? ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ആദിവാസി പ്രേമം, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ ഇടപെടാൻ പോകുന്നു. പ്രാണൻ പോയാലും ഞാൻ കൂടെ നിൽക്കുമെന്ന് പറയുന്നു. ആരുടെ കൂടെ എന്ത് നിൽക്കാൻ? ഐ ഡോണ്ട് എക്സ്പെക്ട് എനി സിൻസിയറിറ്റി ഫ്രം ദിസ് മാൻ. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഐ എം ജസ്റ്റിഫൈങ് ഹിസ് അറസ്റ്റ്. അറസ്റ്റ് വേണ്ടാത്ത അറസ്റ്റ് തന്നെയായിരുന്നു. പക്ഷേ ഇത് കൊഴുപ്പിക്കാനായിട്ട് വേറെ എന്താ മാർഗം? രോഹിണി പറയൂ. ഇത് അറസ്റ്റ് കൊഴുപ്പിക്കണമെങ്കിൽ 10-45 പോലീസുകാരെ കൊണ്ടുപോയിട്ടൊരു ഷോ നടത്തണം. ടി വി ചാനലുകളൊക്കെ വിളിക്കുന്നു, ഉന്തും തള്ളും ബഹളവും, ഞാൻ കാണിച്ചു തരാമെന്നുള്ള വെല്ലുവിളി. ഇത് ചെയ്യുമ്പോഴല്ലേ ഒരാൾ ഹീറോ ആകുന്നത്. കേരളത്തിൽ ഇപ്പം നല്ല കാര്യം പറഞ്ഞല്ലേ ഹീറോ ആകുന്നത്. സംശയം എന്ന് പറയുന്നത് ഇത് ഇരു കൂട്ടർക്കും ഇങ്ങനെ ഒരു രാഷ്ട്രീയ നാടകം കളിക്കേണ്ടി ഇരുന്നു എന്നുള്ള വസ്തുത നിലനിൽക്കെ തന്നെ എവിടെയൊക്കെയോ പി വി അൻവറിന് മറ്റ് സാമുദായിക വർഗീയ ശക്തികളുടെ പിന്തുണയുണ്ടായിരുന്നു. അതാണ് ഇതിലേക്ക് നയിച്ചത്. കോൺഗ്രസിന്റെ അനുകൂല നിലപാട് ഇതിലേക്ക് വന്നത് എന്നുള്ളതാണ് ഒരു സംശയമായി നിഴലിക്കുന്നത്. കാരണം നമുക്കറിയാം വയനാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഭൂരിപക്ഷത്തിന്റെ കണക്കുകൾ തന്നെ. ഡോക്ടർ മോഹൻ വർഗീസ്, പി വി അൻവർ MLA ജാമ്യം ലഭിച്ചതിന് ശേഷം പുറത്തിറങ്ങി പ്രതികരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒറ്റ വാക്കിൽ നന്ദി പൊതുജനങ്ങൾക്ക് പറഞ്ഞതിന് ശേഷം ധാർമ്മികമായ പിന്തുണ നൽകിയ പ്രതിപക്ഷ നേതാവിന് നന്ദി പറയാൻ മറക്കുന്നില്ല. ഇവിടെയാണ് നമ്മൾ ഉന്നയിച്ച ചോദ്യം. അതായത് UDFിലേക്ക് പി വി അൻവർ അടുക്കുന്നു, UDFന് അദ്ദേഹം കൂടുതൽ സ്വീകാര്യനായി വരുന്നു. അതോടൊപ്പം തന്നെ ഈ പൊതുജന ശ്രദ്ധ ആകർഷിക്കുന്ന സാമൂഹ്യ വിഷയങ്ങളിൽ പി വി അൻവർ ഇടപെടുന്നതോടൊപ്പം തന്നെ ഒരല്പം സാമുദായിക ചേരുവ കൂടി പി വി അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇതല്ലേ ഇപ്പോൾ നടക്കുന്നത്? അതെ, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാവുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഒറ്റയാൾ പോരാട്ടം അവസാനിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് അദ്ദേഹം ഇനി ഒറ്റയാനല്ല, കൂട്ടായ പോരാട്ടം, UDFുമായി യോജിച്ചുള്ള പോരാട്ടം എന്ന വാക്കുകൾ വ്യക്തമായി പി വി അൻവറിൻ്റെ വായിൽ നിന്ന് വീഴുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട്
PV അൻവർ എങ്ങോട്ടാണ് എന്നതിനെക്കുറിച്ചുള്ള സൂചന, വ്യക്തമായ സൂചന ഏറ്റവും നമ്മൾ ഇതുവരെയുള്ള സ്പെക്കുലേഷനാണ്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ അദ്ദേഹം പരസ്യമായിട്ട് പറയുകയാണ് UDF-ഉമായി യോജിച്ചായിരിക്കും ഇനിയുള്ള പോരാട്ടങ്ങൾ. അത് മാത്രമല്ല അദ്ദേഹം അവിടെയും അദ്ദേഹത്തിൻ്റെതായ ഒരു ഇടം അടയാളപ്പെടുത്തി കഴിഞ്ഞു. കേരളത്തിൻ്റെ 1,30,00,000 ആളുകൾ, അതാണ് ഹൈ റേഞ്ച് മേഖല, പശ്ചിമഘട്ടത്തിൽ നിവാസികളായ 1.25 കോടി ജനങ്ങൾ, അവിടെ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന 65 നിയമസഭാ മണ്ഡലങ്ങൾ, ഇതെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള പോരാട്ടങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള നാൾവഴികൾ അത് മുഴുവൻ വ്യക്തമായി ചാർട്ട് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതൊരു ഇനി വരാൻ പോകുന്ന കാലത്തിൻ്റെ ഡ്രസ് റിഹേഴ്സലായി ഇതിനെ വേണമെങ്കിൽ കാണാം. അദ്ദേഹം ആഗ്രഹിച്ചത് തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഒരു നേതാവൊക്കെ രോഹിണി, ഒരു നേതാവ് സൃഷ്ടിക്കപ്പെടുകയാണ്, ഒരു നേതാവ് ഉണ്ടാവുകയല്ല, ഒരു നേതാവ് സൃഷ്ടിക്കപ്പെടുകയാണ്. ഇവിടെ ഒരു ശരാശരി രാഷ്ട്രീയക്കാരെന്ന നിലയിൽ നിന്നും തലയെടുപ്പുള്ള നേതാവിലേക്കും ഇപ്പോഴിതാ അവഗണിക്കാനാവാത്ത ഒരു ശക്തി എന്ന നിലയിലേക്കും UDF-ഉമായി നന്നായി വിലപേശാവുന്ന ഒരു രാഷ്ട്രീയ പക്വതയിലേക്കും എല്ലാം നടക്കുന്ന PV അൻവറെ കാണുന്നു. അപ്പോൾ അതുകൊണ്ട് അൻവറിൻ്റെ ഇടം കണ്ടെത്തുകയാണ്. അത് വളരെ വളരെ കെയർഫുള്ളായി പല സ്റ്റെപ്പുകളായി അൻവർ ഇടം കണ്ടെത്തുന്നു. പക്ഷേ അവിടെ ഒരു നന്മയുണ്ടോ, ഒരു വ്യത്യസ്തതയുണ്ടോ, നന്മയുണ്ടോ, എന്താണ് ആത്യന്തിക ലക്ഷ്യം? ഒരു രാഷ്ട്രീയക്കാരൻ്റെ, ഒരു പൊതുപ്രവർത്തകൻ്റെ ഭരണത്തിലേക്കുള്ള കാൽവഴികൾ അങ്ങനെ മാത്രം നമ്മൾ തുച്ഛീകരിച്ച് കാണണമോ, അതോ അദ്ദേഹം ആരുടെയെങ്കിലും ഇച്ഛാനുസരണം പ്രവർത്തിക്കുന്നു? അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ 5-10 മിനിറ്റിനുള്ളിൽ അദ്ദേഹം പറഞ്ഞതിൽ നിന്നും വായിച്ചെടുക്കാവുന്നത്. ഇവിടെ ഒരു ന്യൂനപക്ഷ മുഖം കാണുന്നുണ്ട്. PV അൻവർ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളാണ്. പക്ഷേ ക്രൈസ്തവ മുസ്ലിം ഒരു സാഹോദര്യം അവിടെ, പ്രത്യേകിച്ച് മലനിരകളിൽ അവരനുഭവിക്കുന്ന കുടിയേറ്റ മേഖലകളിൽ പ്രത്യേകിച്ചും അവരനുഭവിക്കുന്ന സമാനമായ പ്രശ്നങ്ങൾ, ഈ രണ്ട് വിഭാഗവും LDF-ഉമായി അകന്നിരിക്കുന്നു, UDF-ഉമായി അടുക്കുന്നു എന്ന സൂചനയും ഇവിടെ കാണാം. അപ്പം അതുകൊണ്ട് കൃത്യമായ രാഷ്ട്രീയ ചുവടുവെപ്പുകൾ തന്നെയാണ് അൻവറിൻ്റെ ഭാഗത്ത്. അതുകൊണ്ട് അൻവറിന് ഇപ്പോൾ UDF സംവിധാനത്തിലേക്ക് കയറണമെങ്കിൽ വലിയ അവകാശവാദങ്ങളുമായിട്ടായിരിക്കും ഇനി അൻവർ വരുന്നത്. ഇപ്പോൾ തന്നെ കാര്യമായ ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലായിരുന്നിട്ട് പോലും UDF-ഉമായി ശക്തമായ വിലപേശൽ നടത്തി 2 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടത്തിയപ്പോൾ അതിൽ 1 സീറ്റ് വേണം എന്ന് വരെ ആഗ്രഹിച്ച ഒരാളാണ് അൻവർ എന്ന് ഓർക്കണം. അപ്പം അതുകൊണ്ട് കടുത്ത വിലപേശലിന് വേണ്ടിയുള്ള ഒരു 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 പൊസിഷനിങ് ആണ് ഇപ്പോൾ അൻവർ നടത്തുന്നത്. അതുകൊണ്ടാണ് ഈ അൻവറിൻ്റെ ഇപ്പം ഇത് മോചിതനായി വന്നു. കേവലം 24 മണിക്കൂറിൽ താഴെ മാത്രമാണ് അൻവർ പോലീസ് കസ്റ്റഡിയിലും റിമാൻഡിലും ജയിലിലും ഒക്കെ ആയിരുന്നത്. പക്ഷേ അത് അൻവറിന് നൽകിയ ഒരു രാഷ്ട്രീയ പിൻബലം, ഒരു അംഗീകാരം, അത് വളരെ വലുതാണ്. അതെങ്ങനെയാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, കേരള രാഷ്ട്രീയത്തെ ഏത് രൂപത്തിൽ ഇത് ബാധിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ശ്രീ PM നിയാസ്, എന്തായാലും അദ്ദേഹം UDF-ലേക്ക് വരണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചാൽ ഇനി കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നോ UDF-ന്റെ ഭാഗത്തു നിന്നോ എതിർപ്പുണ്ടാകില്ല എന്നുള്ളത് തന്നെയല്ലേ അനുമാനിക്കേണ്ടത്? ഇപ്പോൾ അദ്ദേഹം പൊതു താല്പര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഇടപെട്ടത്, അതിലാണ് തങ്ങൾ അനുകൂലിച്ചത് എന്നൊക്കെയുള്ള വസ്തുത നിൽക്കട്ടെ. അദ്ദേഹം കോൺഗ്രസിലേക്ക് വരികയാണ് എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചാൽ, UDF-ലേക്ക് വരികയാണ് എന്നുള്ളൊരാഗ്രഹം പ്രകടിപ്പിച്ചാൽ സ്വീകരിക്കാവുന്ന ഒരു സന്നദ്ധതയൊക്കെ ആയി കഴിഞ്ഞില്ലേ UDF-നെ സംബന്ധിച്ച്? നമുക്ക് അതിനൊന്നുള്ളൊരു സമയമല്ലല്ലോ ഇത്. അങ്ങനെ ഒരു ചർച്ച ചെയ്യേണ്ട കാര്യവുമല്ലല്ലോ. കാരണം ഞങ്ങൾ അദ്ദേഹത്തെ നിലപാടുകളെ 2 കൈ കെട്ടി എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇപ്പം തന്നെ അദ്ദേഹം ഒരു വയനാട്ടിൽ കേന്ദ്രീകരിച്ച് ഒരു യാത്ര നടത്താൻ തീരുമാനിച്ചു. ആ യാത്രക്കിൽ നിന്നും വിട്ടു നിൽക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു, നിർദ്ദേശങ്ങൾ കൊടുത്തു, കോൺഗ്രസ് തീരുമാനമുണ്ടായി. അത് താങ്കൾ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് വായിച്ചതല്ലേ. ഇപ്പോൾ ആ വിഷയം അതല്ല. ഇവിടെ നേരത്തെ സംസാരിച്ച മോഹൻദാസൊക്കെ എല്ലാം കൂടി അങ്ങ് ക്ലബ് ചെയ്ത് സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് PC ജോർജിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായില്ല, എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായില്ല. ഞങ്ങളിപ്പോഴും പറയുന്നു, ഈ ചേലക്കരയിൽ എനിക്ക് സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് ഞാൻ. അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അല്ലെങ്കിൽ നമ്മുടെ DMK എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ നിലപാടുകൾ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അതിനെതിരായിരുന്നു. അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും ആ വോട്ടുകൾ, ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുന്നതിന് മാത്രമേ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഗുണകരമായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഗുണം LDF-നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ അതുകൊണ്ട് ഇവിടെ അദ്ദേഹം മോഹൻദാസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ മോഹൻദാസ് ഞങ്ങൾ ഈ വിഷയത്തിൽ അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന എല്ലാ കാലത്തും ഉയർത്തിയിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഞങ്ങൾ ഈ നിലപാടല്ല എടുത്തത്. ഞങ്ങൾ വിഷയത്തിൻ്റെ സാങ്കത്യം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ വിഷയം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് മലയോര മേഖലകളിൽ കാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ബേണിംഗ് ഇഷ്യൂ ആണ്. ഇന്നും ഇന്നലെ തുടങ്ങിയ 8 വർഷമായി തുടങ്ങുന്ന വിഷയമാണ്. ആ വിഷയത്തിൽ അദ്ദേഹത്തിന് എടുത്ത നിലപാട്, അതൊരു MLA എന്നുള്ള നിലയ്ക്ക്, സ്വന്തം നിയോജകമണ്ഡലത്തിലൊരു MLA ഇതിനു മുമ്പ് ഏതെല്ലാം സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ടായി, അവിടെയെല്ലാം ഉണ്ടായ രീതിയിലാണോ മുന്നോട്ട് പോയത്? അല്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വളരെ ഗൗരവമായി ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്, അദ്ദേഹം ഈ മണിയുടെ കാര്യത്തിൽ മാത്രമാണ് PV അൻവറിന്റെ ഇടപെടൽ ഉണ്ടായത്. രാഷ്ട്രീയ നാടകം എന്നുള്ള രീതിയിലുള്ള അറസ്റ്റ് ഉണ്ടാകുന്നു. തുടർന്നങ്ങോട്ട് UDF-ന്റെ ഭാഗത്ത് പ്രതിപക്ഷ ഉപനേതാവ് അടക്കം അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു ഒന്നാം ഘട്ട ചർച്ച പൂർത്തിയായി എന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു. രോഹിണി ഒരു മിനിറ്റ്, ഞങ്ങൾ അവിടെ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങളിൽ എല്ലാ വിഷയങ്ങളിലും ഞങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നത് വിഷയത്തിനധിഷ്ഠിതമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിലെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്ന വയനാട് ഉൾപ്പെടെയുള്ള, ഇടുക്കി ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങളിലെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളിൽ കേരളത്തിലെ സർക്കാർ, നമ്മുടെ പിണറായി സർക്കാർ അനുവർത്തിച്ചു കൊണ്ടുവരുന്ന ഒരു വലിയ ഒരു ധിക്കാരത്തിൻ്റെയും അധികപ്രസംഗത്തിൻ്റെയും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് ചെവി കൊടുക്കുന്നില്ല എന്ന നിലപാടിനുമെതിരായുള്ള ഒരു വിഷയമാണത്. ആ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാടാണ് പറഞ്ഞത്. പിന്നെ താങ്കൾ ചോദിച്ചൊരു ചോദ്യം, ആ ചോദ്യം എന്താണ്? ഏതെങ്കിലും കാലത്ത് അദ്ദേഹം UDF-ൽ വരുമ്പോൾ, അങ്ങനെ വരുവാണെന്ന സാഹചര്യം വരികയാണെങ്കിൽ അന്ന് UDF, അതിൻ്റെ ലീഗും കോൺഗ്രസും ഉൾപ്പെടെയുള്ള UDF കക്ഷികൾ അതിന് തീരുമാനമെടുക്കും. ആ തീരുമാനം ചിലപ്പോൾ അനുകൂലമായിരിക്കും, ചിലപ്പോൾ എതിരായിരിക്കും. അതൊക്കെ സ്വാഭാവികമായി പൊളിറ്റിക്കൽ പാർട്ടി എടുക്കേണ്ട നിലപാടുകളാണ്, ആ തീരുമാനങ്ങളായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഞങ്ങളുടെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, രാഹുൽ ഗാന്ധി ഏറ്റവും മ്ലേച്ഛമായി വിമർശിച്ച ഒരാളാണ് ഇദ്ദേഹം. പ്രതിപക്ഷ നേതാവിനെ വളരെ മോശക്കാരനാക്കാൻ ശ്രമിച്ചിരുന്ന ആളാണ് ഇദ്ദേഹം. എന്നിട്ടും അദ്ദേഹത്തിന് ഉയർത്തിയിരിക്കുന്ന ഈ വിഷയത്തിലെ ഒരു പ്രത്യേകത കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട്. ആ നിലപാടിൽ എന്താണ് തെറ്റ്? ഇവിടെ TG മോഹൻദാസിനൊക്കെ എപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകൾക്കൊപ്പം നിന്നുകൊണ്ട് മാത്രമേ അഭിപ്രായം പറയൂ എന്ന് ക്ഷണിക്കുന്നത് കൊണ്ടാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ തന്നെ ഈ ഇടതുപക്ഷ സർക്കാർ, നമ്മുടെ ഇന്നത്തെ BJPയുടെ പ്രസിഡൻ്റായിരുന്ന സുരേന്ദ്രനെ വേട്ടയാടുമ്പോൾ അതിനെ വിമർശിച്ച ആളാണ് ഞാൻ. അദ്ദേഹം BJP-കാരനല്ലേ? എന്നാൽ പിന്നെ അദ്ദേഹം BJPയുടെ നേതാവല്ലേ? എന്നാൽ BJPയുടെ നേതാവിനെ ഇങ്ങനെ ഭരണകൂട ഭീകരതയുമായി കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അത് എന്നാൽ പിന്നെ അദ്ദേഹം BJP-കാരായതുകൊണ്ട് അങ്ങനെ വിട്ടേക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചില്ലല്ലോ, ആലോചിച്ചില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ എടുക്കുന്ന തീരുമാനങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ, BJP-ക്ക് അനുകൂലമാണെങ്കിൽ അതെല്ലാം ശരി, നിങ്ങൾക്ക് BJP-ക്ക് എതിരാണെങ്കിൽ അത് തെറ്റ്. അങ്ങനെയാണോ? രാഷ്ട്രീയമായി അല്ല എല്ലാ കാര്യം കാണേണ്ടത്. കുറച്ചൊക്കെ മനുഷ്യത്വപരമായ തീരുമാനം വേണം. അത് നിങ്ങൾക്കുണ്ടാവില്ലല്ലോ. നിങ്ങളുടെ നരേന്ദ്രമോദിയും BJP-യും RSS-ഉം ഒക്കെ കാലാകാലങ്ങളിൽ എടുക്കുന്ന നിലപാട് മനുഷ്യത്വപരമായ നിലപാടല്ലല്ലോ, വർഗീയമായ നിലപാടല്ലേ. ആ വർഗീയമായ നിലപാടിൻ്റെ പേരിലല്ലേ മണിപ്പൂരിലെ ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ തിരിഞ്ഞു നോക്കാത്തത്? അവിടെ പശു ഇറച്ചി തിന്നു എന്നതിൻ്റെ പേരിൽ നൂറുകണക്കിന് ആളുകൾ ആൾക്കൂട്ട കൊലപാതകം നടത്തപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നത് അതുകൊണ്ടല്ലേ? എത്ര ക്രൈസ്തവ ദേവാലയങ്ങൾക്കെതിരായി അക്രമങ്ങൾ ഉണ്ടായപ്പോൾ മിണ്ടാതിരുന്നത് അതുകൊണ്ടല്ലേ? അപ്പം നിങ്ങൾക്ക് രാഷ്ട്രീയപരമായി മാത്രമേ മഞ്ഞപ്പിത്തം ബാധിച്ചവർ മഞ്ഞയായിട്ട് എല്ലാം കാണുമെന്നുള്ള രാഷ്ട്രീയം മാത്രമേ നീ കാണൂ. അടക്കം ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വർഗീയമായ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള യാതൊരു വിധത്തിലുള്ള ആശയക്കുഴപ്പവുമില്ല. ഞാൻ വീണ്ടും പറയാം, ഇതാരാ പറയുന്നത്? ശരി, വർഗീയത ഞങ്ങളെ പേരിൽ ആക്ഷേപിക്കുന്നത് ആരാ? ജനൻ ടി വിയും TG മോഹൻദാസിനെ പോലെയുള്ള വർഗീയമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഞങ്ങളെ വർഗീയത പറയുന്ന നിങ്ങൾ സ്വയം ഒന്ന് തിരിഞ്ഞു നോക്കണം. ഞങ്ങളെ ഒരു വിരലുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ബാക്കി 3 വിരലുകൾ നിങ്ങളെ ചൂണ്ടുകയാണ്. അത് നിങ്ങൾ ബോധ്യപ്പെടണം.
കേരളത്തെ പോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന് വർഗീയത ആളിക്കത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിലപാട്, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വർഗീയ കക്ഷികളെ ആയി മാറിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂട ഭീകരത നിലനിൽക്കുന്ന സ്ഥലത്താണ് നിങ്ങളത് പറയുന്നത്. ശരി, ഞങ്ങൾ ഇവിടെ ഒരു കാര്യം ജമാഅത്തെ പറയാം. ഇസ്ലാമി ഭരണകൂട വോട്ടുകൾ ഭീകരത അത് വലിയ രീതിയിൽ വയനാടിൽ കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ തന്നെ പറഞ്ഞാണല്ലോ, ഞങ്ങളുടെ 2019 മുമ്പ് എല്ലാ കാലങ്ങളിലും ഞങ്ങളുടെ ഓഫീസിൽ വന്ന് വോട്ട് പിടിച്ച ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന്. കേരളത്തിലെ ദേശാഭിമാനി പത്രം CPM-ൻ്റെ പത്രമല്ലേ, അതിൽ എഡിറ്റോറിയൽ എഴുതിയ എന്താ, നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് ശ്ലാഘനീയം, അത് സ്വാഗതാർഹം എന്നൊക്കെ പറഞ്ഞില്ലേ. നിങ്ങൾ ആലോചിക്കുന്നത് പൊളിറ്റിക്കലായി CPM-നെ എപ്പോഴും എന്തും എങ്ങനെയും പറയാം. അതിലൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇത്ര വലിയ കാര്യമുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ശരി, വർഗീയതക്കെതിരെ പോരാടുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ശ്രീ ATG മോഹൻദാസ്, രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലാകുന്ന സാഹചര്യത്തിൽ നിന്ന് PV അൻവർ ഒരൽപ്പം മുന്നോട്ട് പോയിരിക്കുന്നു. സ്വീകാര്യനായി തുടങ്ങിയിട്ടുണ്ട് UDF-ലേക്ക്. ഒരുപക്ഷെ താൻ ഇത്തരത്തിൽ പൊതു താല്പര്യത്തിലടക്കം ഇടപെടും, തുടർന്നും ഇടപെടൽ ഉണ്ടാകും എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് PV അൻവർ പൊതുജനങ്ങളെ അടക്കം ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി PV അൻവർ ഉദ്ദേശിച്ച തരത്തിൽ തന്നെ രാഷ്ട്രീയ ഭാവി നീങ്ങുമോ, അതോ PV അൻവറിനെ കൊണ്ട് ഈ രാഷ്ട്രീയ നാടകം കളിപ്പിച്ച പിന്നിൽ ഏതെങ്കിലുമൊക്കെ ശക്തികളുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണോ കാണാനും കഴിയുന്നത്? അത്രയ്ക്കൊരു പ്രവചനം നടത്താനുള്ള സമയമായിട്ടില്ല. PV അൻവറിൻ്റെ പിന്നിൽ ആരാണ് എന്നൊരു ചോദ്യം നമ്മുടെ ചർച്ചയിലും ഉണ്ടായി. ആരാണെന്ന് വാസ്തവത്തിൽ ആർക്കും അറിയില്ല. ബട്ട് PV അൻവറിൻ്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ഇതുപോലത്തെ ശക്തികളുണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ചാനലുകൾ സൂക്ഷ്മമായിട്ടൊന്നും വേണ്ട, ഒരു ബ്രോഡായിട്ടൊന്നും നോക്കിക്കഴിഞ്ഞാൽ PV അൻവർ ഇഷ്യൂ ഒരു പ്രത്യേക രീതിയിൽ കവർ ചെയ്യുന്ന ഒരു ചാനൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ചാനൽ ആരാണ് നടത്തുന്നതെന്ന് നോക്കിയാൽ ആരാണ് PV അൻവറിൻ്റെ പിന്നിലെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അവർ മാത്രമാണ് പിന്നിൽ എന്ന് പറയാനും പറ്റില്ല. കാരണം പലതിൻ്റെയും പിന്നിൽ ചുമ്മാ അങ്ങ് കയറി നിൽക്കുന്ന സ്വഭാവവും ഈ പറഞ്ഞ ആൾക്കാർക്കുണ്ട്. ഈ എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ സ്വഭാവം, ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മളാണ് എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുക്കുന്ന സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊന്നും ഇപ്പോൾ പറയാറായിട്ടില്ല. പിന്നെ അഡ്വക്കേറ്റ് PM നിയാസ്, എനിക്കറിയില്ല, അദ്ദേഹം എന്തോ ചിന്തിച്ചുറച്ച് ഈ ചാനലിൽ വന്നിരുന്നു. അത് പറയാനൊരു അവസരം കിട്ടാതെ വന്നപ്പോൾ അനവസരത്തിൽ അദ്ദേഹം കയറിയിട്ട് കുറേയധികം കാര്യങ്ങൾ അദ്ദേഹം ആരോപിച്ച പോലെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ PV അൻവർ തുടക്കം മുതൽ ഞാൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ സ്ഥലമില്ല, PV അൻവർ മിക്കവാറും ഒരു UDF-ലെ കക്ഷി എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗിലായിരിക്കും ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ അൻവർ വിചാരിക്കുന്ന മാതിരിയുള്ള ഒരു ഷൈനിങ് ഒന്നും അൻവറിന് ഉണ്ടാവാനും പോകുന്നില്ല. അൻവർ ഒരു ഷോ നടത്തി എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ എക്സിസ്റ്റിംഗ് പൊളിറ്റീഷ്യൻസ് ഉണ്ടല്ലോ, സീസൺഡ് പൊളിറ്റീഷ്യൻസ്, കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവരൊക്കെ പൊട്ടന്മാരാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. ഈ PV അൻവറിനെ വിലയിരുത്താൻ നമ്മൾ മാത്രമല്ല, അവർക്കും നന്നായിട്ടറിയാം ഇതെങ്ങോട്ട് പോകും, എവിടം വരെയൊക്കെ പോകും, എത്ര രാഷ്ട്രീയ കളികൾ നടന്നിരിക്കുന്നു ഇതിനിടയ്ക്ക് തന്നെ. അപ്പോൾ അതുകൊണ്ട് PV അൻവർ അങ്ങ് വിപ്ലവം സൃഷ്ടിച്ച് കളയും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ആകെ അനാഥനായി പോകാതെ ഒരഭയം കൊടുക്കാൻ മുസ്ലിം ലീഗ് ഒരുപക്ഷെ തയ്യാറായേക്കും. ഒരു തവണ സംസാരിച്ചു എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കോൺഗ്രസ് ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഫോണിലായിരുന്നു അദ്ദേഹം ഒരു ചാനലിൽ. അദ്ദേഹം പറഞ്ഞു ഇത്തരം ചോദ്യങ്ങൾ UDF-ൽ ചേരുമോ എന്നൊക്കെ ചോദിച്ചാൽ ഫോണിൽ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുമോ? അതൊക്കെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് വരട്ടെ, നേരം നോക്കാം. സുധാകരനാണെങ്കിൽ ഇങ്ങനൊരു ചർച്ചയും നടന്നിട്ടില്ല, ഒരു ചുക്കും നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരു ചർച്ചയും ചെയ്തിട്ടില്ല. കാരണം കോൺഗ്രസ്സിന് അവരുടേതായ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ മുറി നിറഞ്ഞ് ഇനി ഒരാൾക്ക് സ്ഥലമില്ല എന്ന് കോൺഗ്രസ്സിൽ. അങ്ങനെ ഒരു സാച്ചുറേഷൻ ഒരു പാർട്ടിക്ക് വരാമല്ലോ. അതുകൊണ്ടാണ് ആദ്യം ഞാനിത് പറയുമ്പോഴും ഞാൻ പറഞ്ഞു കോൺഗ്രസിൻ്റെ ഒരു കുറ്റമായിട്ടോ കുറവായിട്ടോ അല്ല ഞാൻ പറയുന്നത്. ഇറ്റ് ഹാസ് ബീൻ ഓൾറെഡി സാച്ചുറേറ്റഡ്. പുതിയ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യുക, ലാറ്ററൽ എൻട്രി നടത്തുക, ഇങ്ങനൊരു കാര്യം കോൺഗ്രസ്സിന് ഇപ്പോൾ ആലോചിക്കാൻ പറ്റില്ല. ആകെ കൂടെ അത് ചെയ്യാനൊരു സാധ്യതയുള്ളത് മുസ്ലിം ലീഗിനാണ്.
അതുകൊണ്ട് ഒരുപക്ഷെ മുസ്ലിം ലീഗ് എടുത്താൽ എടുത്തു. അതല്ലെങ്കിൽ അൻവർ വീണ്ടും അനാഥനാകും. അൻവറിന് ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ജനപിന്തുണയൊന്നും ആയിട്ടില്ല. അൻവർ ഇപ്പോൾ ക്രിസ്ത്യാനികളെ കൂട്ടുപിടിക്കാൻ നോക്കുന്നു. വഖഫ് എന്നുള്ള ഒറ്റ വിഷയത്തിൽ അൻവർ തലകുത്തി വീഴും, ഇല്ലേ? വീഴും. ഈ ഇഷ്യൂസ് പല രീതിയിലാണ്. തീരദേശത്ത് വന്നു കഴിയുമ്പോൾ വേറൊരു ഇഷ്യൂ, മലയോരത്ത് വേറൊരു ഇഷ്യൂ. അൻവർ വിചാരിക്കുന്ന പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല കേരള രാഷ്ട്രീയം. അതുകൊണ്ട് അൻവറിൻ്റെ മുമ്പിൽ സുശോഭനമായ ഒരു ഭാവി തുറന്നിരിക്കുന്നു. ഇനി പുറകോട്ട് നോക്കേണ്ടി വരില്ല, ഇതാ ഒരു നേതാവ്, ഇതൊന്നും പറയാൻ ഞാൻ ആളല്ല. ഒരഭയം, ഏതെങ്കിലും ഒരു കോലായിൽ ഒരു ചായ്പിൽ കിടക്കാൻ മുസ്ലിം ലീഗിൽ ഒരു സ്ഥലം കിട്ടിയാൽ ഭാഗ്യം. ഇത്രയൊക്കെ ആയിട്ടുള്ളൂ അൻവർ. അൻവറിൻ്റെ പിന്നിൽ ഏത് ശക്തി ഉണ്ടെങ്കിലും കേരളത്തിൽ ഇതിൽ കൂടുതലൊക്കെ പെർഫോം ചെയ്യാൻ പ്രയാസമാണ്. അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ വല്ല അതിൻ്റേതായ വർക്കുണ്ടാവണം, കാശുണ്ടാവണം. ഇത് രണ്ടും ഉണ്ടായിട്ട് പോലും കിറ്റക് സാബു പരാജയപ്പെട്ടു, നാടുവിടേണ്ടി വന്നു. ഇതാണ് നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതി. ഇത് ഞാൻ ആരെയും കുറ്റം പറയുകയോ കുറവ് ചൂണ്ടിക്കാണിക്കുകയോ ഒന്നുമല്ല. ദാറ്റ് ഈസ് ദ വേ കേരള പൊളിറ്റിക്സ് ഈസ് ഫങ്ഷനിങ് ഫോർ ദ പാസ്റ്റ് സെവറൽ ഇയേഴ്സ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഒരു മിനിറ്റിൽ എന്തായാലും പെരുവഴിയിലാകേണ്ടിയിരുന്ന PV അൻവർ ഇപ്പോൾ ഒന്ന് ചുവടുറപ്പിച്ചിരിക്കുന്നു എന്നാണ് സമകാലിക സംഭവങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ആദ്യത്തെ ഒരു പ്രാദേശിക നേതാവിൽ നിന്ന് ഇടതുപക്ഷത്തിലേക്ക് ശക്തനായ മുഖ്യമന്ത്രിയുടെ പോരാളിയായി തന്നെ മുന്നോട്ട് പോകുന്നു. പെട്ടെന്ന് ചുവടുമാറ്റം വരുന്നു, മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുന്നു. പക്ഷേ പിന്നീട് കാര്യങ്ങൾ വിചാരിച്ച പോലെ എത്തിച്ചേരുന്നില്ല. എന്തായാലും ഇനി തുടർന്നുള്ള രാഷ്ട്രീയ ഭാവി PV അൻവറിൻ്റെത് എങ്ങനെ ആയിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ചുരുക്കത്തിൽ പറയാം, PV അൻവറിന് ഒരു പിടിവള്ളി കിട്ടിയിരിക്കുന്നു എന്നത് സത്യമാണ്. പക്ഷേ ആ പിടിവള്ളിയിൽ പിടിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് അനുകൂലമായി വരണം. കാരണം അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി തന്നെയാണ് പ്രധാനം. നിലമ്പൂർ മണ്ഡലം മുസ്ലിം ലീഗ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഒരു സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നു, മുസ്ലിം ലീഗിൽ അദ്ദേഹത്തെ എടുക്കുകയും നിലമ്പൂർ മണ്ഡലം കൊടുക്കുകയും ചെയ്താൽ നേരിട്ട് കോൺഗ്രസ് മുസ്ലിം ലീഗ് ഒരു തർക്കത്തിനതൊരു കാരണമാകും. അങ്ങനെയുള്ള തർക്കത്തിനൊന്നുമുള്ള ഒരു ആരോഗ്യം UDF-നുണ്ടാവില്ല. പ്രത്യേകിച്ച് ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്ന ഈ സമയത്ത് കോൺഗ്രസ് അങ്ങനെയുള്ള സാഹസത്തിനൊന്നും ഈ മുസ്ലിം ലീഗുമായ ബന്ധത്തിൽ ഉലച്ചിൽ തട്ടാൻ അല്ലെങ്കിൽ പ്രാദേശിക അണികളുടെ വികാരത്തെ വ്രണപ്പെടുത്താനൊന്നും തയ്യാറാകുമെന്ന് കരുതുന്നില്ല. അതുമാത്രമല്ല, കോൺഗ്രസിനുള്ളിൽ നേരിട്ട് വരിക എന്ന് പറയുന്നത് അതും അത്ര ക്ഷിപ്രസാധ്യമായ കാര്യമല്ല. കാരണം ആ സീറ്റ് മോഹിക്കുന്ന കോൺഗ്രസ്സുകാർ തന്നെ ഉണ്ട്. അതുകൊണ്ട് അത്ര എളുപ്പമല്ല. അതേസമയം അൻവറിനെ പരമാവധി ഉപയോഗിക്കാൻ ഇനിയുള്ള 1.5 വർഷം പരമാവധി അൻവർ ഉയർത്തുന്ന വിഷയങ്ങൾ അതോടൊപ്പം ചേർന്ന് നിൽക്കാൻ, അങ്ങനെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ UDF സംവിധാനത്തിന് കഴിയുകയും ചെയ്യും. അതുകൊണ്ട് 2 രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്തായാലും PV അൻവർ പയറ്റുന്ന രാഷ്ട്രീയം എന്ത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ ബോധ്യമാകും. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.